നമസ്കാരം. അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റാൻഡേർഡ് 3യുടെ ടീച്ചർ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. അത് കണ്ട ശേഷം മാത്രം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇംഗ്ലീഷിൻ്റെ ഹാൻഡ് ബുക്ക് നോക്കിയിട്ടില്ല എന്ന് ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ഹാൻഡ് ബുക്കിൻ്റെ ആമുഖ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഒരു കോൺഫിഡൻസ് കുറവാണ്. അങ്ങനെയുള്ളവർ ആദ്യം ഇത് വായിച്ച ശേഷം, അതായത് മലയാളമായിട്ട് ബന്ധപ്പെട്ട കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് 3യുടെ ടീച്ചർ ടെക്സ്റ്റിൻ്റെ ആമുഖം വായിച്ച ശേഷം അത് വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. നമ്മളത് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് മുമ്പ് വായിക്കണമെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. കേരള സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിശാലവും ദീർഘവീക്ഷണത്തോടു കൂടിയതും പുരോഗമനപരവുമായ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ് KCF 2023 മുന്നോട്ട് വയ്ക്കുന്നത്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, സമഗ്രവും സുസ്ഥിര വികസനോന്മുഖവുമായ വിദ്യാഭ്യാസം, ജ്ഞാന സമൂഹ സൃഷ്ടിക്കായുള്ള വിദ്യാഭ്യാസം, സമഗ്ര വ്യക്തി വികാസം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസം, ദേശീയ ബോധവും ഉത്തരവാദിത്വവുമുള്ള പൗരബോധവും വളർത്തുന്ന വിദ്യാഭ്യാസം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് വിദ്യാഭ്യാസമാണ് അല്ലേ. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ജനാധിപത്യ ദർശനം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഭരണഘടനയുടെ ആമുഖമൊക്കെ ഉൾപ്പെടുത്തിയതും അതിൻ്റെ ഭാഗമായിട്ടാണ്. ചരിത്രബോധവും സാംസ്കാരിക ബോധവും വളർത്തുന്ന വിദ്യാഭ്യാസം, തൊഴിൽ നൈപുണ്യവും സ്വാശ്രയത്വവും വളർത്തുന്ന വിദ്യാഭ്യാസം, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും അതിജീവന ശേഷി കൈവരിക്കുന്നതിനും സഹായിക്കുന്ന വിദ്യാഭ്യാസം, വിമർശനാത്മക ചിന്ത വളർത്തുന്നതിനുള്ള വിദ്യാഭ്യാസം, പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിനുള്ള വിദ്യാഭ്യാസം, ഇതര ലിംഗത്തിൽപ്പെട്ടവരോട് സൗഹൃദമായി പെരുമാറാനുള്ള കഴിവ് വളർത്തുന്ന വിദ്യാഭ്യാസം, നവകേരളം രൂപപ്പെടുത്തുന്നതിനായുള്ള വിദ്യാഭ്യാസം. ഇത്രയും ലക്ഷ്യങ്ങളാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലേ. അത് അല്ലാതെയും ഇതിനകത്ത് ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന മറ്റ് ലക്ഷ്യങ്ങൾ, പൂർത്തീകരിക്കപ്പെടുന്ന മറ്റ് ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നിങ്ങൾ ഒരു 5 എങ്കിലും കാണാതെ പഠിക്കുകയല്ല, മനസ്സിലാക്കി വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാമൂഹ്യ നീതിക്കുള്ള വിദ്യാഭ്യാസം നമുക്കറിയാം അല്ലേ. സാമൂഹ്യ നീതി അതുപോലെ ഇൻക്ലൂസീവാണ്, അതുപോലെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ജ്ഞാന സമൂഹ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസമാണ്, അതായത് ജ്ഞാനനിർമ്മിതിവാദം അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരണം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നിഴലിച്ച് കാണുന്ന, എപ്പോഴും ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാക്ക് വിമർശനാത്മക ചിന്തയാണ്. അപ്പം വിമർശനാത്മക ചിന്ത വളർത്തുന്നതിനുള്ള വിദ്യാഭ്യാസം ഓർത്തു വയ്ക്കണം. ഇതര ലിംഗത്തിൽപ്പെട്ടവരോട് സൗഹൃദപരമായി പെരുമാറാനുള്ള കഴിവ് വളർത്തുന്ന വിദ്യാഭ്യാസം, ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം, ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആമുഖത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നവകേരളം രൂപപ്പെടുത്തുന്നതിനായുള്ള വിദ്യാഭ്യാസം, ഇതൊക്കെ ഓർത്തു വെച്ചിരിക്കുക. ഒരു 5 നിങ്ങൾ ഓർക്കുക. സാങ്കേതിക വിദ്യ അവബോധം സാധ്യമാക്കുന്ന വിദ്യാഭ്യാസമൊക്കെ നല്ല പോയിന്റാണ്. ഇനി ഭാഷാ പഠന സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. ഭാഷയെ യാന്ത്രികമായ അഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ പരിശീലിച്ചെടുക്കുന്ന ഒരു സങ്കേതമായി കാണുന്ന പഴയകാല സമീപനത്തിനു പകരം ഭാഷയെ മനുഷ്യൻ്റെ ജനിതക ശേഷിയെ വികസിപ്പിച്ച് മനുഷ്യ സമൂഹം രൂപപ്പെടുത്തിയ ശക്തമായതും ഉയർന്ന ചിന്താശേഷി പ്രയോഗിക്കുന്നതുമായ ഒരു ഉപകരണമായിട്ടാണ് പരിഗണിക്കുന്നത്. എന്താണ് ഭാഷ? മനുഷ്യൻ വികസിപ്പിച്ചെടുത്തതാണ് ഭാഷ. അക്ഷരോച്ചാരണത്തോടെ ആശയാധിഷ്ഠിതമായ ഭാഷ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. നിലനിൽക്കാനും മുന്നേറാനും മനുഷ്യൻ നടത്തുന്ന കൂട്ടായ അധ്വാനമാണ് ഭാഷയുടെ അടിത്തറ അല്ലേ. ശരിയല്ലേ? നമുക്ക് മാത്രമേ എന്തുള്ളൂ, ആശയാധിഷ്ഠിതമായ ഭാഷയുള്ളൂ. മറ്റു ജീവികളും പിന്നെ ഭാഷ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ മനുഷ്യന് മാത്രമാണ് ആശയചോർച്ചയില്ലാതെ സംസാരിക്കാൻ കഴിയുന്നത് അല്ലേ, വ്യക്തമായ കാര്യങ്ങൾ പറയാനായിട്ട് ഉള്ള ശേഷിയുള്ളത്. കേട്ടും വായിച്ചും കാര്യങ്ങൾ അറിയുക, പറഞ്ഞും എഴുതിയും കാര്യങ്ങൾ അറിയുക,
ഇതിനുള്ള അടിസ്ഥാനപരമായ ഉപാധിയാണ് ഭാഷ. കേട്ടും വായിച്ചും കാര്യങ്ങൾ അറിയുക, പറഞ്ഞും എഴുതിയും കാര്യങ്ങൾ അറിയുക, ഇതിനുള്ള അടിസ്ഥാനപരമായ ഉപാധിയാണ് ഭാഷ. എന്നാൽ അതുമാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കാനും നിർണയിക്കാനും കരുത്തുള്ള സാംസ്കാരിക രൂപമാണത്. സാംസ്കാരിക രൂപമാണ് ഭാഷ. ആ ടൈമൊക്കെ ഓർത്ത് വെച്ചേക്കണേ. ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും സ്വാധീനിക്കാനും നിർണയിക്കാനും കരുത്തുള്ള സാംസ്കാരിക രൂപമാണത്. ചിന്തയുടെ ഇന്ധനവും അതിന്റെ പുറം സഞ്ചാരത്തിനുള്ള വാഹനവും ഭാഷയാണ്. ചിന്തയുടെ ഇന്ധനവും അതിന്റെ പുറം സഞ്ചാരത്തിനുള്ള വാഹനവും ഭാഷയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ഊർജം കൂട്ടുന്നത്, അല്ലേ? ഒരു ഭാഷയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കാനാണ്? ഭാഷയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ആ ഭാഷയാണ് നമ്മുടെ ചിന്തയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനെ ആശയമാക്കി ആശയവിനിമയം ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഭാഷയിലൂടെയാണ്. ഒരു ജനതയുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, സങ്കല്പങ്ങൾ, വൈകാരികമായ അനുഭൂതികൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയെല്ലാം സംഭവിക്കുന്നതും സംരക്ഷിക്കപ്പെടുന്നതും സംവേദനം ചെയ്യപ്പെടുന്നതും ഭാഷയിലൂടെയാണ്. ശരിയല്ലേ? ഒരു ജനതയുടെ തന്നെ താല്പര്യങ്ങളും സ്വപ്നങ്ങളും അവരുടെ വൈകാരികപരമായിട്ടുള്ള അനുഭൂതികള്, ചരിത്ര സ്മാരകങ്ങള്, ഇവയെല്ലാം സംഭവിക്കുന്നതും സംഭരിക്കപ്പെടുന്നതും സംവേദനം ചെയ്യപ്പെടുന്നതും ഭാഷയിലാണ്. നമുക്ക് പഴയ ലിപികളുണ്ട്, അല്ലേ? നമ്മുടെ ശിലായുഗത്തിലൊക്കെ കഴിഞ്ഞിരുന്ന ആളുകളുടെ ലിപികളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടും ഒക്കെയുണ്ട്. അവിടെയും ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് അക്ഷരങ്ങളായി രൂപപ്പെട്ടിട്ടില്ല എന്നുണ്ടാവാം, പക്ഷെ ചിത്രങ്ങളായിട്ട് അവർക്ക് ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പൊ ഇതിനെല്ലാം അവർ തിരഞ്ഞെടുത്തത് എന്താണ്? ഭാഷയാണ്. ജനതയുടെ പരസ്പരം പങ്കിട്ട കൂട്ടുജീവിതം സാധ്യമാവുന്നത് തന്നെ ഭാഷയിലാണ്. നമുക്ക് സംസാരിച്ചിട്ട് തന്നെ ഒരാൾക്ക് മറ്റൊരാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഭാഷ ഇല്ലായിരുന്നെങ്കിലോ, അല്ലേ? ഭാഷയുണ്ട്, നമുക്ക് നമ്മുടെ ആശയങ്ങൾ വ്യക്തമായി പറയാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ സഹജീവികളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാതെയുള്ള പ്രശ്നങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ പോലും അതിന്റെ ഭാഗമാണ്, അല്ലേ? പറയുന്ന കാര്യങ്ങൾ എതിരെ നിൽക്കുന്ന ആൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നാണ് പലതും ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ ഇത് ഇല്ലായിരുന്നെങ്കിലോ, കൂട്ടുജീവിതം സാധ്യമാകുന്നത് തന്നെ ഭാഷയിലാണ്, അല്ലേ? ഇങ്ങനെയാണ് ആശയവിനിമയത്തിന്റെ ഉപാധിക്കപ്പുറം ജനതയുടെ സാംസ്കാരിക രൂപമായി ഭാഷ മാറുന്നത്. എങ്ങനെയാണ് സംസ്കാരവും ഭാഷയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ കൂട്ടുജീവിതം സാധ്യമാക്കുന്നത് നമ്മുടെ ഭാഷയിലാണ്. സാംസ്കാരിക രൂപമാണത്. അതായത് ആ ഒരു ജനതയുടെ ഇഷ്ടങ്ങളും പ്രതീക്ഷകളും വൈകാരിക അനുഭൂതികളും ചരിത്ര സ്മാരകങ്ങളും ഇതെല്ലാം സംവേദനം ചെയ്യപ്പെടുന്നത് ഭാഷയിലാണ്. ഭാഷയ്ക്ക് 4 ഇടപെടൽ തലങ്ങൾ ഉള്ളതായിട്ട് കാണാം. ആശയവിനിമയത്തിലൂടെ വളർന്നു വരുന്ന സാമൂഹിക ഇടപെടൽ. ഒന്നാമത്തേത് എന്താ? സാമൂഹിക ഇടപെടൽ. അനുഭൂതികളുടെ വിനിമയത്തിലൂടെ വികസിക്കുന്ന മനുഷ്യപ്പറ്റിന്റെ സാംസ്കാരിക ഇടപെടൽ. അനുഭൂതിയുടെ വിനിമയത്തിലൂടെ വികസിക്കുന്ന മനുഷ്യപ്പറ്റിന്റെ സാംസ്കാരിക ഇടപെടൽ. തുടർച്ചയായി പുതുക്കുന്നതിലൂടെ പലമ മീൻസ് വൈവിധ്യം, അല്ലെ? ഉൾക്കൊള്ളാനും പുതുമകൾ ആവിഷ്കരിക്കാനുമുള്ള സർഗാത്മക ഇടപെടൽ. അത് എന്താണ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിലായി പോകും കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. തുടർച്ചയായി പുതുക്കുന്നതിലൂടെ പലമയെ ഉൾക്കൊള്ളാനും പുതുമകൾ ആവിഷ്കരിക്കാനുമുള്ള സർഗാത്മക ഇടപെടൽ. തുടർച്ചയായി പുതുക്കുന്നതിലൂടെ പലമയെ ഉൾക്കൊള്ളാനും പുതുമകൾ ആവിഷ്കരിക്കാനുള്ള സർഗാത്മക ഇടപെടൽ. ഓക്കെ അല്ലേ? പുതിയത് സർഗാത്മകമാവുന്നത് എപ്പോഴാണ്? പഴയതിനെ അതുപോലെ പകർത്തുമ്പോഴല്ല, അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോഴും അതിനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കുമ്പോഴുമാണ് സർഗാത്മകത ഉണ്ടാകുന്നത്, അല്ലെ? സർഗാത്മകപരമായ ഇടപെടലായി മാറുന്നത്. അപ്പൊ ഇതും ഭാഷയുടെ 4 ഇടപെടൽ തലത്തിലെ മൂന്നാമത്തേതാണ് സർഗാത്മക ഇടപെടലായിട്ട് ഇവിടെ പറഞ്ഞത്. അടുത്തത് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും പ്രയോഗിക്കാനും കഴിയുന്നതിലൂടെ സാധ്യമാകുന്ന വൈജ്ഞാനിക ഇടപെടൽ. പുത്തൻ അറിവുകളുടെ നിർമ്മാണം എപ്പോഴും വൈജ്ഞാനിക ഇടപെടലാണ്. അപ്പൊ ഇങ്ങനെ 4 ഇടപെടൽ.
സാമൂഹ്യ ഇടപെടലുണ്ട്, സാംസ്കാരിക ഇടപെടൽ, സർഗാത്മക ഇടപെടൽ, വൈജ്ഞാനിക ഇടപെടൽ. ഇവയാണ് ഭാഷയുടെ 4 ഇടപെടൽ തലങ്ങൾ എന്ന് KCF 2023 പറയുന്നത്. ഇപ്രകാരം ജീവിതമാകെ പരന്നുകിടക്കുന്ന ഭാഷയാണ് നമ്മുടെ കുട്ടികൾ വികസിപ്പിച്ച് സ്വായത്തമാക്കേണ്ടത്. ഭാഷയ്ക്ക് 2 ജന്മങ്ങളുണ്ട്. ഒന്നാമതായി ചിന്താരൂപത്തിൽ മനസ്സിലും, അതിന് പുറത്തെടുക്കുമ്പോൾ വ്യവഹാര രൂപം എന്ന നിലയിൽ പുറത്തും. മനസ്സിൽ ചിന്താരൂപത്തിലാണ്, പുറത്തേക്ക് വരുമ്പോഴാണ് അത് വ്യവഹാര രൂപങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ വ്യവഹാര രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സംഭാഷണം ചിലപ്പോൾ നമ്മൾ വിവരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ വിവരണത്തിൻ്റെ രീതിയിൽ പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഭാഷയ്ക്ക് 2 ജന്മങ്ങളുണ്ട്. ഒന്നാമതായി ചിന്താരൂപത്തിൽ മനസ്സിലും, അതിനെ പുറത്തെടുക്കുമ്പോൾ വ്യവഹാര രൂപം എന്ന നിലയിലും അല്ലേ? ഓക്കെ, ചിന്താരൂപത്തിൽ മനസ്സിലും എഴുതി വെച്ചോണേ. ഭാഷയുടെ 2 ജന്മങ്ങളാണ്, അല്ലെങ്കിൽ ഭാഷയ്ക്ക് 2 രീതിയാണ്. ഒന്ന് ചിന്താരൂപത്തിലും മനസ്സിലും, പിന്നെ വ്യവഹാര രൂപം എന്ന നിലയിൽ പുറത്തും. സംഭാഷണം, വിവരണം, കത്ത്, കഥ, കവിത, റോൾ പ്ലേ തുടങ്ങിയ പലതരം വ്യവഹാരങ്ങൾ ഭാഷയുടെ പ്രകടിത രൂപങ്ങളാണ്. ഭാഷയുടെ പ്രത്യക്ഷമാണ് വ്യവഹാര രൂപങ്ങൾ എന്നർത്ഥം. അപ്പൊ എന്താണ് വ്യവഹാര രൂപങ്ങൾ? ഭാഷയുടെ പ്രത്യക്ഷമാണ് വ്യവഹാര രൂപങ്ങൾ എന്നർത്ഥം. ഭാഷയെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് വ്യവഹാര രൂപങ്ങൾ. പറയാനും കേൾക്കാനും വായിക്കാനും എഴുതാനും കാണാനും ഒക്കെ പറ്റുന്നത് വ്യവഹാര രൂപങ്ങളാണ്. ചിന്തയെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? എന്നാൽ പിന്നെ ഈ ലോകം അവസാനിച്ചേനെ അല്ലേ? നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നാട്ടുകാർ കേട്ടേനെ. എന്നാൽ വ്യവഹാര രൂപങ്ങളുടെ കൂമ്പാരമല്ല ഭാഷ. വ്യവഹാരങ്ങളെ എല്ലാം സാധ്യമാക്കുന്ന ചിന്താ പ്രക്രിയയായി ഭാഷയെ നോക്കിക്കാണണം. അപ്പോൾ മാത്രമേ സാംസ്കാരിക സ്വരൂപമായി ഭാഷയെ സമീപിക്കാൻ കഴിയൂ. ഭാഷയെ സാംസ്കാരിക സ്വരൂപമായി കാണുന്ന ഭാഷാബോധമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഈ സാംസ്കാരിക രൂപം എന്ന നിലയിൽ ഭാഷയെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഭാഷ പഠനവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ ഇപ്പൊ നിഴലിച്ച് കാണുന്ന സമീപനമാണ് എന്താണ്? സാമൂഹ്യ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ അനുവർത്തിച്ച് വരുന്നത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദമാണ്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത് ഈ ഒരു കാര്യങ്ങളെ. അപ്പോൾ വ്യവഹാരങ്ങളെ എല്ലാം സാധ്യമാക്കുന്ന ചിന്താ പ്രക്രിയയായി ഭാഷയെ നോക്കിക്കാണണം. അപ്പോൾ മാത്രമേ സാംസ്കാരിക സ്വരൂപമായി ഭാഷയെ സമീപിക്കാൻ കഴിയൂ. ഭാഷയെ സാംസ്കാരിക സ്വരൂപമായി കാണുന്ന ഭാഷാബോധമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടത്. എന്തിനാണ് ഭാഷ പഠിക്കുന്നത്? യാന്ത്രികമായും സാങ്കേതികമായും വ്യവഹാര രൂപങ്ങൾ ക്രമമായി പഠിച്ചെടുക്കുന്നതോടെ ഭാഷാ പഠനം പൂർണ്ണമാവുന്നില്ല. വ്യവഹാര രൂപങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കോർത്തെടുക്കുന്ന മാല എന്നതിനപ്പുറം പലമ പൂക്കുന്ന സാംസ്കാരിക സ്വരൂപമായി ഓരോ കുട്ടിക്കും ഭാഷ പ്രയോഗിക്കാനും വളർത്താനും കഴിയണം. ഇതിന് കഴിയണമെങ്കിൽ ഭാഷയുടെ എല്ലാ ഇടപെടൽ തലങ്ങളെയും പഠനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിൽ ഏതെല്ലാം തലങ്ങളിലാണ് ഭാഷാ പഠനം കേന്ദ്രീകരിക്കേണ്ടതെന്ന് പരിശോധിക്കാം. തെറ്റുണ്ടല്ലേ? പരിശോധിക്കാം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാംസ്കാരിക ഇടപെടലിനുള്ള കഴിവും കരുത്തും വളർത്താൻ കൂട്ടുജീവിതമാണ് മനുഷ്യർ നയിച്ചു വരുന്നത്. നാം ഇന്ന് ഇന്ത്യയിൽ തുടർന്നു വരുന്ന കൂട്ടുജീവിതം ആധുനിക ജനാധിപത്യത്തിൻ്റെതാണ്. ആധുനിക ജനാധിപത്യ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഭാഷ പഠിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് വ്യവഹാര രൂപങ്ങളായിട്ട് വ്യവഹാര രൂപങ്ങൾ കോർത്തെടുത്ത മാല പോലെ പഠിച്ചിട്ട് കാര്യമില്ല. അതിനപ്പുറം എന്താണ്? സാംസ്കാരിക സ്വരൂപമായിട്ടാണ് നമ്മൾ ഭാഷയെ കാണേണ്ടതെന്ന് ഇവിടെ പറയുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? അതാണ് നോക്കിക്കേ, ഭാഷ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഭാഷയുടെ എല്ലാ ഇടപെടൽ തലങ്ങളെയും പഠനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഭാഷയുടെ എല്ലാ ഇടപെടൽ തലത്തെയും കുറിച്ച് കുട്ടിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അല്ലേ? അത്തരത്തിൽ വേണം നമ്മൾ സമീപിക്കാനായിട്ട്. സാമൂഹ്യ ഇടപെടലിനുള്ള കഴിവും കരുത്തും വളർത്താൻ കൂട്ടുജീവിതമാണ് മനുഷ്യർ നയിച്ചു വരുന്നത്. നാം ഇന്ന് ഇന്ത്യയിൽ തുടർന്നു വരുന്ന കൂട്ടുജീവിതം ആധുനിക ജനാധിപത്യത്തിൻ്റെതാണ്. അതായത് ചില കാലങ്ങളിൽ, മുൻപുള്ള കാലങ്ങളിൽ കൂട്ടുജീവിതം എന്ന് പറയുമ്പോൾ ഒരേ സമുദായത്തിൽപ്പെട്ടവരൊന്നിച്ച് ജീവിക്കുന്നു, അങ്ങനെ ഒരു ഗ്രാമം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രദേശം, പിന്നെ താഴ്ന്ന ജാതിക്കാരെന്ന് അന്ന് അവർ ചിന്തിക്കപ്പെടുന്ന ആളുകൾ ഒന്നിച്ച് മറ്റിടങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയാണോ?
ഇപ്പോൾ ജനാധിപത്യപരമാണ് അല്ലെ, ആർക്കും എവിടെയും ഇന്ത്യയുടെ എവിടെയും താമസിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, എവിടെയും സ്ഥലങ്ങൾ വാങ്ങാം, കശ്മീരൊക്കെ ഒഴിച്ചല്ലേ. ക്ഷമിക്കാം, ചുമ ഇടയ്ക്ക് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, അതുകൊണ്ടാണ്. ശബ്ദം പോലും തീരെയില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളെ കാര്യമാക്കാതെ കൂടെ കൂടുന്നവർക്കാണ് പ്രയോജനപ്പെടുക. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആശയങ്ങൾ പോലും പൂർണ്ണമായിട്ട് ചില സമയത്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് 5-ാം തീയതി ഇൻ്റർവ്യൂ ഉള്ളവരെ ഓർത്തിട്ടാണ് എന്ന് മനസ്സിലാക്കുക. വരുന്ന കുഞ്ഞു ബുദ്ധിമുട്ടുകളെ, ചെറിയ മിസ്റ്റേക്കുകളെ, അതായത് ചെറിയ ക്ലാരിറ്റി കുറവിനെയൊക്കെ ഒന്ന് കണ്ണടച്ച് കളഞ്ഞ് കൂടെ കൂടുന്നതായിരിക്കും നല്ലത്. തെറ്റുകളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വീഡിയോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ശബ്ദത്തിലെ ക്വാളിറ്റിയോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആശയം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്കിത് ഒറ്റയ്ക്കിരുന്നാൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ. ആധുനിക ജനാധിപത്യ ജീവിതത്തിൽ തന്നെ താനായി തിരിച്ചറിയുക. മറ്റുള്ളവരെങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ അറിയുക, അംഗീകരിക്കുക. ഇതാണ് ഏറ്റവും അധികം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു ഗുണം അല്ലേ. തന്നെ താനായിട്ട് തിരിച്ചറിയുക. ഞാൻ ഒരു യുണീക്കായിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കഴിവുകളാണുള്ളത്, മറ്റുള്ളവരുമായി ഞാൻ എന്നെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് ആ കുട്ടി സ്വയം ഉൾക്കൊള്ളണം. മറ്റുള്ളവർ എന്ത് പറയുമെന്ന ഭയത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിനൊരു അവസാനം വരണം അല്ലേ. മറ്റുള്ളവരെങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ അറിയുക, അംഗീകരിക്കുക. ഇതൊരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടും താല്പര്യങ്ങളും ഒക്കെ ഉള്ളവരുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരേ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണോ എല്ലാവരും? അങ്ങനെയാണോ എത്ര എളുപ്പമായിരുന്നു അല്ലേ. ഒരേ സ്വഭാവക്കാരാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മളുടെ വീട്ടിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒരു വഴക്ക് പോലും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല ഓപ്പോസിറ്റ് ആള് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് വിഷമം വരും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൂരടിയാവും അല്ലേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കും കൂടുതൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുക. എന്തുകൊണ്ടാണ്? വ്യക്തി വ്യത്യാസം കൊണ്ടാണ്. അവരുടെ ചിന്താ രീതികൾ വ്യത്യസ്തമായതുകൊണ്ടാണ് അല്ലേ. അവരുടെ ഭാഷ വ്യത്യസ്തമാണ്, ഭാഷയുടെ പ്രകടന രീതി വ്യത്യസ്തമാണ്. ഇതെല്ലാം നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്താ ചെയ്യണ്ടേ? എല്ലാവരെയും ഉൾക്കൊള്ളുക. അദ്ദേഹം അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, നമ്മുടെ മക്കൾ അങ്ങനെയാണ്. ഇതെല്ലാം നമ്മൾ അറിയണം. അതിന് പ്രാപ്തമാക്കുകയാണ് നമ്മൾ വേണ്ടത്. കുഞ്ഞുങ്ങളെ അതിന് പ്രാപ്തരാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഭിന്നശേഷിക്കാരുണ്ട്, ഭിന്നലിംഗക്കാരുണ്ട്. ഇങ്ങനെയുള്ളവരെ എല്ലാവരെയും നമ്മൾ അംഗീകരിക്കണം, ഉൾക്കൊള്ളണം. എല്ലാവർക്കും സന്തോഷമായും സൗകര്യത്തോടെയും ജീവിക്കാനുള്ള ചുറ്റുപാട് വേണം. ഇതുണ്ടാക്കുന്നതിൽ കൂട്ടത്തിനും അതിനുള്ള ഓരോരുത്തർക്കും ഒരുപോലെ ചുമതലയുണ്ട്. ഈ ചുമതലകൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് നിർവഹിക്കാനാവുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് സൗകര്യത്തോടെയും ജീവിക്കാനുള്ള ചുറ്റുപാടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ എൻ്റെ സന്തോഷം, എൻ്റെ കാര്യം എന്നല്ല അല്ലേ. സഹാനുഭാവത്തോടെ ജീവിക്കണം. മറ്റുള്ളവരെ നമ്മളുടെ വിഷമങ്ങൾ നമ്മളുടേതായിട്ട് കാണണം. അവർക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കണം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നിവയെല്ലാം അനിവാര്യമാണ്. ഇതിനെ പ്രാപ്തമാക്കുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ഇതിനായി കുട്ടികൾ താഴെ സൂചിപ്പിക്കുന്ന ഭാഷാശേഷികൾ വികസിപ്പിക്കേണ്ടതുണ്ട്. തന്നെ ഫലപ്രദമായി മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുന്ന തരത്തിൽ പറഞ്ഞറിയിക്കാനും എഴുതി പ്രകടിപ്പിക്കാനും കഴിയുന്ന വിധത്തിൽ ഓരോ കുട്ടിക്കും ഭാഷ പ്രയോഗിക്കാൻ കഴിയണം. മറ്റുള്ളവർ പറഞ്ഞു കേട്ടും എഴുതിയും വായിച്ചും അവരെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഓരോ കുട്ടിയും പ്രാപ്തി നേടണം. മറ്റുള്ളവർ പറഞ്ഞു കേട്ടും എഴുതിയും വായിച്ചും അവരെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഓരോ കുട്ടിക്കും പ്രാപ്തി നേടാൻ കഴിയണം അല്ലേ. എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരെ അംഗീകരിക്കുക, അവരെ ഉൾക്കൊള്ളുക. ഭാഷാ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും അവ ഓരോന്നിനോടും സാഹോദര്യം കലർന്ന സമഭാവന പുലർത്താനും സ്വതന്ത്രമായി ആവിഷ്കരിക്കാനും ഓരോ കുട്ടിക്കും കഴിയണം. ഭാഷാ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളണം അല്ലേ. നമ്മളുടെ കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ അങ്ങ് വടക്കേയറ്റം വരെ പലരും പല രീതിയിലാണ് സംസാരിക്കുക.
നമ്മൾ ഇവിടെ എന്ത് എന്നുള്ളത്, കൊല്ലത്തൊക്കെ എന്ത് എന്നുള്ളത് തിരുവനന്തപുരത്ത് എന്തര് അല്ലേ, അങ്ങനെ പറയപ്പെടുന്നു. എല്ലായിടത്തും ഇല്ല. അങ്ങനെ ഭാഷയിൽ പല പല വ്യത്യാസങ്ങളുണ്ട്. കാസർഗോഡ് ഭാഷ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. അതിൽ തമിഴിൻ്റെ അല്ലെങ്കിൽ കന്നഡയുടെ ഒക്കെ അങ്ങനെ അവരുമായിട്ട് ആ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളുടെ ഭാഷയുടെ സ്വാധീനമുണ്ട് അല്ലേ. കണ്ണൂർ ഭാഷ കേൾക്കാൻ നല്ല രസമാണ്. അതും വ്യത്യസ്തമാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുപോലെ കോഴിക്കോട് ഭാഷയുടെ ഭംഗിയുണ്ട്, മലപ്പുറം ഭാഷയുടെ ഭംഗിയുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഒരേ ഭാഷയാണ് നമ്മളുടേത്. ഭാഷയിലെ പ്രയോഗ രീതി അല്ലേ വൈവിധ്യ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കണം. അല്ലാതെ മറ്റൊരാളുടെ ഭാഷയെ കളിയാക്കലല്ല. അതല്ല എൻ്റെതാണ് ശരി, എൻ്റെത് മാത്രമാണ് നല്ലത് എന്നുള്ള ചിന്തയല്ല. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉൾക്കൊള്ളാനുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം. സാംസ്കാരിക ഇടപെടൽ വളർത്തിയെടുക്കുന്നതിന് തികഞ്ഞ മനുഷ്യപ്പറ്റുള്ളവരായി നമ്മുടെ കുട്ടികൾ വളർന്നു വരണം. എങ്കിൽ മാത്രമേ ജനാധിപത്യ ജീവിതക്രമത്തെയും അതിൻ്റെ കേന്ദ്രമായ മതനിരപേക്ഷ നിലപാടിനെയും മുന്നോട്ട് നയിക്കാൻ അവർക്ക് കഴിയൂ. ഈ ഹാൻഡ് ബുക്ക് പരിശോധിച്ചപ്പോൾ ധാരാളം അക്ഷരത്തെറ്റുകളുണ്ട് ആമുഖത്തിൽ തന്നെ. ഇതൊക്കെ തിരുത്തപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല, തിരുത്തപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിൽ മാത്രമേ, എങ്കലിനെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അച്ചടിപ്പിശകാണ്, എന്നാലും ഇതൊക്കെ പരിഹരിക്കേണ്ടതായിരുന്നു. ഇത് മാത്രമാണ് ഇത്രയും നാള് പുസ്തകവും ഹാൻഡ് ബുക്കും നോക്കിയപ്പോൾ കണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. തികഞ്ഞ മനുഷ്യപ്പറ്റുള്ളവരായി നമ്മുടെ കുട്ടികൾ വളർന്നു വരണം. എങ്കിൽ മാത്രമേ ജനാധിപത്യ ജീവിതക്രമത്തെയും അതിൻ്റെ കേന്ദ്രമായ മതനിരപേക്ഷ നിലപാടിനെയും മുന്നോട്ട് നയിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ. ഇത് അത്യാവശ്യം വേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പല കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ യൂട്യൂബിലൊക്കെ എന്തുമാത്രം വിദ്വേഷമാണ് വാരി എറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ചേർന്ന കാര്യങ്ങളല്ല ഇത്. കേരളത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും ഒക്കെ ഉണ്ട്, മുമ്പും ഉണ്ടായിരുന്നു. ഈ കുറച്ചു കാലമായിട്ടാണ് ഇത്തരം വിദ്വേഷങ്ങളിലൂടെ നിസ്സാര ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് മതത്തെ എടുത്തിടുന്നത്. വളരെ വേദനയോടെ നമുക്ക് നോക്കിക്കാണാനാവും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഓരോ അധ്യാപകരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്പോഴും എനിക്കറിയാവുന്നവരോട് പറയാറുണ്ട്, നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ രാഷ്ട്രീയവും ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാൻ പാടില്ല എന്ന്. നമ്മളൊരു വ്യക്തിയാണെന്ന് അവരറിഞ്ഞോട്ടെ, നമുക്ക് നിലപാടുകളുണ്ടെന്നറിയാം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ്, നമ്മൾ ഇന്ന മതത്തിൽപ്പെട്ടതാണ്, ഇന്ന ജാതിയാണ്, ഇതൊന്നും നമ്മുടെ മക്കൾ അറിയാൻ പാടില്ല. ഒരിക്കലും എൻ്റെ മകൻ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, അമ്മ നമ്മൾ എന്താ അപ്പം അവനെ ഇങ്ങനെ മതത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതെൻ്റെ ഇഷ്ടം, അങ്ങനെയാണ്. ഇതിവിടെ പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് എനിക്ക് ബന്ധം തോന്നിയത് കൊണ്ടാണ് കേട്ടോ. ജാതിയും മതവും പറഞ്ഞു പഠിപ്പിക്കാത്ത കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ഏത് കൂട്ടരാണ്, അമ്പലക്കാരാണോ പള്ളിക്കാരാണോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മനുഷ്യരാണ്, അതിന് മറ്റ് വേർതിരിവുകളൊന്നുമില്ല, അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല, മനുഷ്യരാണ്, ഓരോരുത്തരും ഓരോന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അത് തൃപ്തിയാവാതെ അച്ഛനോട് പോയി ചോദിച്ചപ്പോൾ അച്ഛനും ഇത് തന്നെ പറഞ്ഞു, നമ്മൾ മനുഷ്യരാണ്, അങ്ങനെ പറയരുത്, അങ്ങനെ സംസാരിക്കരുത്, അതെന്തായാലും എന്താ എന്ന് പറഞ്ഞു. കാരണം ഇവിടെ മകൻ അറബിക്ക് പഠിക്കാൻ പോയത് മദ്രസയിലാണ്. മദ്രസയിൽ അവനെ അറബിക്ക് പഠിക്കാൻ വിടുന്നുണ്ട്. അവന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിൽ അവൻ പോകാറുണ്ട്, അമ്പലങ്ങളിൽ വല്ലപ്പോഴും ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ ഇതിനെല്ലാം അവർ ഉൾക്കൊള്ളണം എന്ന രീതിയിലാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണ് അവനെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം അവൻ ഇറങ്ങി ചെല്ലാൻ പോകുന്ന സമൂഹത്തിൽ എല്ലാത്തിലും പെടുന്ന ആളുകളുണ്ട്. ഈ ജാതിയും മതവും എല്ലാം ഒഴിഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നില്ല. കാര്യം മനുഷ്യൻ ദുർബലനാണ്. പലപ്പോഴും അവനൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആ ഇഷ്ടങ്ങൾ മാറില്ല. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് എന്താ പറയണ്ടേ? ഇതിനെല്ലാം ഉൾക്കൊള്ളണം. എല്ലാവരും വ്യത്യസ്തരാണ്, അവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളും അത് അറിയാനായി ശ്രമിക്കുക. അറിയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ നിരുപദ്രവകരമായ കാര്യങ്ങളാണെന്നും
എല്ലാ ജാതിയും മതവും ഒരേ കാര്യമൊക്കെ തന്നെയാണ് പറയുന്നതെന്നും മനുഷ്യനോട് സ്നേഹിക്കാനാണ് പറയുന്നതെന്നും അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അധ്യാപകർ ക്ലാസ്സിലേക്ക് ചരട് കെട്ടിക്കൊണ്ടു പോവുക, നമ്മളുടെ വിശ്വാസങ്ങൾ കാണിക്കത്തക്ക രീതിയിൽ, നിഴലിച്ച് കാണത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക, ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നൊരഭിപ്രായം എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ശരിയാകും. നിങ്ങളുടെ ചിലപ്പോൾ ജനാധിപത്യപരമാണല്ലോ, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നും വരില്ല. എങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. വരെ നമ്മൾ തുല്യത പഠിപ്പിക്കപ്പെടേണ്ടവരാണ്. അധ്യാപകരുടെ ഇടയിൽ പോലും വല്ലാത്ത ജാതീയമായ ചിന്തകൾ വരുന്നതായിട്ട് പലപ്പോഴും ഇപ്പോൾ ഈയിടെയായി കാണപ്പെടുന്നു. അതൊക്കെ ഒഴിവാക്കപ്പെടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, തികഞ്ഞ മനുഷ്യപ്പറ്റുള്ളവരായി നമ്മുടെ കുട്ടികൾ വളർന്നു വരണം. എങ്കിൽ മാത്രമേ ജനാധിപത്യ ജീവിതക്രമത്തെയും അതിൻ്റെ കേന്ദ്രമായ നിരപേക്ഷ നിലപാടിനെയും മുന്നോട്ട് നയിക്കാൻ അവർക്ക് കഴിയൂ. ഇക്കാര്യത്തിലേക്ക് ഏറെ ചെയ്യാനുള്ള ഇടമാണ് ഭാഷാ പഠനം. ഭാഷാപരമായ ആശയഗ്രഹണവും പ്രകടനവും എന്നിൽ നിന്നും ഭാഷാനുഭൂതിയിലേക്കാണ് എന്നതിൽ നിന്നും എന്നായിരിക്കും കേട്ടോ. പ്രകടനവും എന്നതിൽ നിന്ന് ഭാഷാനുഭൂതിയിലേക്കാണ് ഭാഷാ പഠനം ലക്ഷ്യമിടേണ്ടത്. ഭാഷാപരമായ ആശയഗ്രഹണവും പ്രകടനവും എന്നതിൽ നിന്ന് ഭാഷാനുഭൂതി, അതൊരു ഉയർന്ന തലമാണ് അല്ലേ. ആശയഗ്രഹണവും പ്രകടനവും ഒക്കെ ഓക്കെ. ഭാഷാനുഭൂതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അത്രത്തോളം ഉൾക്കൊണ്ടാലേ നമുക്കതിനെ ആസ്വദിക്കാനാവുകയുള്ളൂ. ആ തലത്തിലേക്ക് ഉയരണം. കേട്ടും പറഞ്ഞും വായിച്ചും എഴുതിയും ഏർപ്പെട്ടു വരുന്ന ഭാഷാവിനിമയങ്ങളിൽ ആശയം ഗ്രഹിക്കാനുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവ് വളർത്തുക. ഭാഷാവിനിമയ ശേഷികളിൽ സ്വന്തം ആശയങ്ങൾ അല്ലേ, ശേഷികളിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവൻ നേടിക്കൊണ്ടിരിക്കുന്നതിനകത്തുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം, സ്വന്തമായി അവന് പ്രകടിപ്പിക്കാനും കഴിയണം. കേട്ടും പറഞ്ഞും വായിച്ചും എഴുതിയും, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ തെറ്റുകൾ, എഴുതിയും നടത്തുന്ന ആശയവിനിമയങ്ങളിൽ ഭാഷാപരമായ സൗന്ദര്യം, ദൈവമേ, ഒരു പേജിൽ എത്ര തെറ്റാ ഇപ്പോൾ വന്നത്. അത് നമ്മുടെ വായനയെ പോലും ബാധിക്കുന്നു. കേട്ടും പറഞ്ഞും വായിച്ചും എഴുതിയും നടത്തുന്ന ആശയവിനിമയങ്ങളിൽ ഭാഷാപരമായ സൗന്ദര്യം കണ്ടെത്തി ആസ്വദിക്കുക. തനിമയുള്ള പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി ആവിഷ്കരിക്കുന്നതിൽ സ്വയം ആനന്ദിക്കുക എന്നതിലേക്ക് ഓരോ കുട്ടിയും വളർന്നെത്തണം. അപ്പൊ എന്താണ്, ഭാഷാപരമായ സൗന്ദര്യം കണ്ടെത്തി ആസ്വദിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് നേടിക്കൊടുക്കത്തക്ക രീതിയിലായിരിക്കണം അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ ആസ്വദിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയുടെ തുടർച്ച ആയിട്ട് ചെയ്തപ്പോൾ ശബ്ദമില്ലാതെ ഒരു പ്രശ്നം വന്നിരുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്ത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തുടർച്ചയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സാഹിത്യ രചനയിലും മറ്റും ഉള്ളടങ്ങിയ മാനവിക ഭാവങ്ങളായ അലിവ്, അനുതാപം, സ്നേഹം, കരുണ, ശുഭപ്രതീക്ഷ എന്നിവ സ്വന്തം ശീലത്തിലേക്കും പെരുമാറ്റത്തിലേക്കും ആവിഷ്കാരങ്ങളിലേക്കും ചാലിച്ചെടുക്കാൻ കഴിയണം. സർഗാത്മകമായ ഇടപെടൽ ശേഷി വളർത്തുക എന്നത് KCF 2023 എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പുതുമകൾ രൂപപ്പെടുത്താനുള്ള കഴിവാണ് സർഗാത്മകത. ചിന്തയുടെ ഭാഗമായി മാറിയ ഭാഷയുടെ അംശങ്ങളാണ് പുതുമകൾ രൂപപ്പെടുത്താനുള്ള അടിത്തറ. സർഗാത്മക ഭാഷാ പഠനത്തിന്റെ മുഖ്യ ലക്ഷ്യമാകണം. പുതുമകൾ രൂപപ്പെടുത്തുന്നതല്ലേ സർഗാത്മകത. പഴയതിനെ അതുപടി പകർത്തുക എന്ന് പറയുമ്പോൾ അത് കോപ്പി ചെയ്യൽ മാത്രമാണ് അല്ലെ. കുട്ടികൾ അവരുടേതായ കൂട്ടിച്ചേർക്കലുകൾ നടത്തണം, അവരുടെ പുത്തൻ ആശയങ്ങളെ പ്രകടിപ്പിക്കണം. ചിന്തയുടെ ഭാഗമായി മാറിയ ഭാഷയുടെ അംശങ്ങളാണ് പുതുമകൾ രൂപപ്പെടുത്താനുള്ള അടിത്തറ. അവന്റെ തന്നെ ചിന്തയുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഭാഷയുടെ അംശങ്ങളെ വേണം അവൻ സർഗാത്മകതയുടെ അടിത്തറയായിട്ട് കണക്കാക്കാൻ അല്ലേ. ഭാഷയിലൂടെയല്ലേ ചിന്തിക്കുന്നത്. ആ ചിന്തയല്ലേ അവനെ സർഗാത്മകമായി പ്രവർത്തിക്കാനും ചിന്തിക്കുവാനും ഒക്കെ അവന് ശക്തി നൽകുന്നത്. ഭാഷാ പഠനത്തിന്റെ മുഖ്യ ലക്ഷ്യം ഇതായിരിക്കണം, എന്ത്? സർഗാത്മകത. കൂട്ടുകാരുടെയും മറ്റുള്ളവരുടെയും പിന്തുണയിലൂടെ സ്വന്തം ഭാഷയെ തുടർച്ചയായി മെച്ചപ്പെടുത്താൻ എല്ലാ കുട്ടികൾക്കും കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. കൂട്ടുകാരുടെയും മറ്റുള്ളവരുടെയും പിന്തുണയിലൂടെ സ്വന്തം ഭാഷയെ തുടർച്ചയായി കുട്ടിക്ക് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളാണ് നമ്മൾ ക്ലാസ് റൂമുകളിൽ സൃഷ്ടിച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഭാഷാ വ്യവഹാരങ്ങളിൽ പ്രമേയം, ഭാഷ എന്നിവയിൽ പുതുമകൾ രൂപപ്പെടുത്താനുള്ള ഉത്സാഹം വളർത്താനാവണം. വൈജ്ഞാനിക ഇടപെടൽ വളർത്തുക. പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും പ്രയോഗിക്കാനും കഴിയുമ്പോഴാണ് വികാസം ഉണ്ടാവുന്നത്.
ഭാഷാ പഠനം പുതിയ അറിവ് ഉൽപാദനത്തെ ലക്ഷ്യമിടണം. ഏർപ്പെടുന്ന ഭാഷാ വ്യവഹാരങ്ങളിൽ പ്രമേയം, ഭാഷ എന്നിവയിൽ പുതുമ രൂപപ്പെടുത്താനുള്ള ഉത്സാഹം വളർത്തണം. കുട്ടികൾക്ക് നമുക്ക് പ്രചോദനം നൽകാം അല്ലെ. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾക്ക് നമ്മൾ അഭിനന്ദനം ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്ക് ഉള്ളിൽ തന്നെ ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടാകും. എൻ്റെ സൃഷ്ടി മികച്ചതാകണമെന്ന് കുട്ടി ചിന്തിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. വൈജ്ഞാനിക ഇടപെടൽ വളർത്തുക. കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടൽ വളർത്തണം അല്ലെ. ആശയങ്ങളുടെ കൈമാറ്റം, ആശയത്തിന്റെ ഉപയോഗപ്പെടുത്തലും ഒക്കെയുള്ള അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം നമ്മൾ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് വൈജ്ഞാനിക ഇടപെടൽ ആണ് അവിടെ നടക്കുന്നത്. പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും പ്രയോഗിക്കാനും കഴിയുമ്പോഴാണ് വികാസം ഉണ്ടാകുന്നത്. ഭാഷാ പഠനം പുതിയ അറിവ് ഉൽപാദനത്തെ ലക്ഷ്യമിടണം. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം പുതിയ അറിവ് ഉൽപാദനമാണ് അല്ലെ. കാരണം നമ്മൾ ജ്ഞാനനിർമ്മിതി വാദത്തിന് ശേഷം ഇപ്പോൾ സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദത്തിലേക്കാണ് പോകുന്നത്. രണ്ടിലും എന്താണ്, അറിവിന്റെ നിർമ്മാതാക്കളാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അവരെ സ്വയം അറിവ് നിർമ്മിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഭാഷയുടെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത്. വിവിധ വ്യവഹാര രൂപങ്ങളുടെ സൂചകങ്ങൾ വികസിപ്പിക്കാനും അവയ്ക്കനുസരിച്ച് മികച്ച ആവിഷ്കാരങ്ങൾ നടത്താനും കഴിയണം. ശരിയായ ഭാഷാ പ്രയോഗങ്ങളുടെ പുനരനുഭവങ്ങളിലൂടെ ഭാഷാപരമായ നിയമവ്യവസ്ഥകളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് നേടണം. വിവിധ വ്യവഹാര രൂപങ്ങളുടെ സൂചകങ്ങൾ വികസിപ്പിക്കാനും അവയ്ക്കനുസരിച്ച് മികച്ച ആവിഷ്കാരങ്ങൾ നടത്താനും കഴിയണം. അതായത് ഓരോ വ്യവഹാര രൂപത്തിനും ഓരോ സൂചകങ്ങളുണ്ട് അല്ലെ. അവയെ വിലയിരുത്തുന്ന സൂചകങ്ങളുണ്ട്. അതനുസരിച്ച് സൂചകങ്ങൾ ഇതിൽ ഇന്നതൊക്കെ വേണം എന്ന രീതിയിൽ അത് മനസ്സിലാക്കി ആ സൂചകങ്ങളെ ക്രിയേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് മികച്ച ആവിഷ്കാരങ്ങൾ നടത്താനും കുട്ടിക്ക് കഴിയണം. ആ ഒരു പ്രാപ്തി കുട്ടി നേടിയെടുക്കാൻ കുട്ടിയെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ശരിയായ ഭാഷാ പ്രയോഗങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഭാഷാപരമായ നിയമവ്യവസ്ഥകളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് നേടണം. ഗ്രാമർ നമ്മൾ ഒരിക്കലും കുട്ടിയെ കാണാതെ പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഭാഷാ പ്രയോഗങ്ങളിലൂടെ പുനരനുഭവങ്ങളിലൂടെ ഭാഷാപരമായ നിയമങ്ങളെ കുട്ടി ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇവിടെയല്ലേ ഇന്റേണലൈസിങ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ടേമിന് പ്രാധാന്യം വരിക. നമ്മൾ അക്വിസിഷനെ കുറിച്ചും ഇന്റേണലൈസേഷൻ ലാംഗ്വേജിനെ കുറിച്ചും വീഡിയോ ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് കാണുക. അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. ഭാഷയെ നമ്മൾ കാണാതെ പഠിക്കലല്ല നമ്മൾ ഭാഷാ പഠനം എന്ന് പറയുന്നത്. ഭാഷയെ നമ്മൾ ബോധപൂർവം ഇരുന്ന് അതിൻ്റെ നിയമങ്ങളൊക്കെ വെച്ച് കാണാതെ പഠിക്കലല്ല. കാരണം അവൻ്റെ മാതൃഭാഷ നേടിയെടുത്തത് ആ ഒരു രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും ഭാഷാ പഠനത്തിൽ നിയമങ്ങൾ പഠിക്കേണ്ടതില്ല. നിയമങ്ങൾ കുട്ടി പ്രയോഗത്തിലൂടെ അവൻ പോലും അറിയാതെ മനസ്സിലാക്കിയെടുക്കലാണ് വേണ്ടത്. വളർന്നു വരുന്ന പ്രദേശത്തെ വീട്ടുഭാഷയും നാട്ടുഭാഷയും നേടിയെടുക്കാൻ ഓരോ മനുഷ്യക്കുട്ടിക്കും ജന്മനാ തന്നെ കഴിവുണ്ട്. ഭാഷാ സമൂഹവുമായി ഇടപെട്ട് ജീവിക്കുന്നതിലൂടെ ഓരോ കുട്ടിയും സ്വാഭാവികമായി സ്വന്തം ഭാഷ വികസിപ്പിക്കുന്നുണ്ട്. പറഞ്ഞും കേട്ടും ജീവിത സാഹചര്യങ്ങളിൽ ഭാഷ പ്രയോഗിക്കാൻ അറിയുന്ന കുട്ടിയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. ഇതുകൊണ്ടാണ് കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമല്ല എന്ന് പറയുന്നത്. കുട്ടിയുടെ ഉള്ളിൽ ധാരാളം അനുഭവങ്ങളും അതിൽ നിന്ന് നേടിയെടുത്ത അറിവുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ഈ സാഹചര്യത്തിൽ സ്കൂളിലെ ഭാഷാ പഠനം എന്താണ് ലക്ഷ്യമിടേണ്ടത്? സ്വാഭാവിക സാഹചര്യത്തിന്റെ സവിശേഷതകൾ കഴിയുന്നത്ര നിലനിർത്തിക്കൊണ്ട് ഓരോ കുട്ടിക്കും ക്രമീകൃതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിയണം. അതുവഴി തന്റെ ഭാഷാ പഠനത്തിന്റെ പ്രക്രിയ പ്രയോഗിച്ച് വളർത്താനാവണം. സ്കൂളിലെ ഭാഷാ പഠനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതാണ്. എന്താണ് നിങ്ങൾ ഭാഷാ പഠനം കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? അതല്ലെങ്കിൽ KCF 2023 ഭാഷാ പഠനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെയാണ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരോടും ചോദിച്ചു കൊള്ളണമെന്നില്ല, ആരോടെങ്കിലും ഒക്കെ ചോദിക്കാം. ആ വ്യക്തി നിങ്ങളാകാം അല്ലെ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ സമയമെടുത്ത് പറയുന്നത്. സ്വാഭാവിക സാഹചര്യത്തിന്റെ സവിശേഷതകൾ കഴിയുന്നത്ര നിലനിർത്തിക്കൊണ്ട് ഓരോ കുട്ടിയും ക്രമീകൃതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിയണം ഓരോ കുട്ടിക്കും. നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. സ്വാഭാവിക സാഹചര്യം ഒരുക്കി ആ സാഹചര്യം കുട്ടി പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ന ഭാഷാശേഷി അല്ലെങ്കിൽ ഇന്ന വ്യവഹാര രൂപം ഞാൻ ഉപയോഗിച്ചേ പറ്റൂ എന്നൊരു തോന്നൽ കുട്ടിയിലേക്ക് വരത്തക്ക രീതിയിലുള്ള അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്.
അതായത് ഇപ്പൊ കുഞ്ഞിനോട് നമ്മളിപ്പോ കുട്ടിയോട് ഏതെങ്കിലും ഒരാശയം, അതായത് ഇപ്പോ മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുക എന്നൊക്കെ വരുന്ന ആശയങ്ങളൊക്കെ വരുന്ന പാഠങ്ങളുണ്ട്. അപ്പൊ ആ പാഠത്തിന്റെ സാഹചര്യം പറയുമ്പോൾ തന്നെ അതിന്റെ ആവശ്യബോധം കുട്ടിയുടെ ഉള്ളിലേക്ക് വരണം. അവൻ ഇമോഷണലി അവിടെ കണക്ട് ആവണം. അതിനുശേഷം ഇനി എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ ഒരു മാറ്റം വരുത്താം എന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവന് സ്വയം അതൊരു ആവശ്യബോധം അവനിൽ തോന്നണം. ഇത് പ്രതികരിക്കേണ്ട ഒന്നാണ് എന്ന രീതിയിലൊക്കെ ചിന്തിച്ച് അവൻ അവന്റെ ഹൃദയം കൊണ്ടും കൂടി മനസ്സിലാക്കി വേണം ആ വ്യവഹാര രൂപം പൂർത്തിയാക്കാനായിട്ട്, അല്ലേ? ഇതുപോലെ ഓരോന്നും ഒരു നോട്ടീസ് എഴുതുമ്പോൾ ആ നോട്ടീസിന്റെ ആവശ്യകത അവന് ബോധ്യമാകണം. പോസ്റ്റർ എഴുതുമ്പോൾ ആ പോസ്റ്റർ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നത് അവന് ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ അതൊരു സ്വാഭാവികമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ബുക്ക് എടുക്കൂ, പേപ്പർ എടുക്കൂ, സ്കെച്ച് എടുക്കൂ, പോസ്റ്റർ എഴുതൂ എന്ന് പറയലല്ല. എന്തുകൊണ്ട് ആ പോസ്റ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്താണ് അതിന്റെ പ്രാധാന്യം, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം അന്തരീക്ഷം അതുപോലെ നമ്മൾ ക്രമീകരിക്കേണ്ടി വരും, അല്ലേ? ആ പ്രശ്നത്തെ അവർ ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എടുത്ത ശേഷമായിരിക്കണം നമ്മൾ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടി വരിക. സ്വാഭാവിക സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഓരോ കുട്ടിക്കും ക്രമീകൃതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ കഴിയണം. അതുവഴി തന്നെ ഭാഷാ പഠനത്തിന്റെ പ്രക്രിയ പ്രയോഗിച്ച് വളർത്താനാവണം. ഭാഷ എപ്പോഴും പ്രയോഗത്തിലൂടെയാണ് വളർത്തേണ്ടത്, കാണാതെ പഠിക്കലല്ല. സ്കൂളിലെ ഭാഷാ പഠനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതാണ്. മുന്നോട്ട് വെക്കുന്ന പ്രധാന സമീപനങ്ങൾ നോക്കാം. ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിനപ്പുറം സാംസ്കാരിക വിനിമയ ഉപാധിയാണ്. ഭാഷ സാംസ്കാരിക വിനിമയ ഉപാധിയാണ് എന്നുള്ളത് ഓർക്കുക. സാമൂഹ്യ നിർമ്മിതിയാണ് ഭാഷ, സമൂഹ നിർമ്മിതിയാണ് ഭാഷ, അല്ലെ? സമൂഹ നിർമ്മിതിയാണ് ഭാഷ. ഈ ഒരു ഓക്കെ, ഈ എന്താ ഈ ഡ്രാഫ്റ്റ് ഇവിടെ കിടക്കുന്നതാണ് മെയിൻ പ്രശ്നം എൻ്റെ. അത് എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്ത് വാട്ടർമാർക്ക് മാറ്റാനുള്ള ഓപ്ഷനും ഇല്ല. സമൂഹ നിർമ്മിതിയാണ് ഭാഷ, അല്ലേ? നമുക്കറിയാം ഭാഷ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നിർമ്മിതിയാണ്. സമൂഹത്തിന്റെ വളർച്ചയുടെയും പരിണാമത്തിന്റെയും ചാലക ശക്തിയുമാണത്. സമൂഹത്തിന്റെ വളർച്ചയും പരിണാമവും ഒക്കെ സംഭവിക്കുന്നത് ഭാഷയിലൂടെയാണ്. ഒരാൾ തൻ്റെ ആശയത്തെ ഉയർത്തുമ്പോൾ, തൻ്റെ ആശയം സമൂഹത്തിലേക്ക് അയാൾ സ്പ്രെഡ് ചെയ്യപ്പെടുമ്പോൾ, അല്ലേ, ചെയ്യുമ്പോൾ സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ സമൂഹം ഈ കണ്ട രീതിയിലേക്ക് മാറിയത്, അല്ലേ? നമുക്കറിയാം ജാതി വ്യവസ്ഥയൊക്കെ കൊടികുത്തി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിന്ന് ഇപ്പോഴുണ്ടായ മാറ്റം എന്താണ്? ജാതിയില്ല, മതമില്ല, വർഗമോ വർണ്ണമോ ഇല്ലാതെ അത് ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല എന്നല്ല, അതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെല്ലാം പൊതുസമൂഹമാണ് എന്ന ധാരണ നമ്മളിൽ ഉണ്ടായി. നമ്മൾ എല്ലാവർക്കും ഒരേ അവകാശമാണ്. സ്കൂളുകൾ, പൊതു ഇടങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പൊതുവിട സൃഷ്ടി ഇതൊക്കെ നടന്നത് എത്ര കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നടന്നത്, സാധ്യമായത് ആരുടെയൊക്കെ തലയിൽ ഉദിച്ച ആശയങ്ങളാണ്. അത് മറ്റുള്ളവരിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടായത്, നമ്മുടെ ചരിത്രം മാറിയത്, നമ്മുടെ സംസ്കാരം മാറിയത്, അല്ലേ? അപ്പൊ എന്താ? സമൂഹ നിർമ്മിതിയാണ് ഭാഷ. സമൂഹത്തിന്റെ വളർച്ചയുടെയും പരിണാമത്തിന്റെയും ചാലക ശക്തിയാണ് ഭാഷ. ഇതൊക്കെ സാധ്യമായത് ഭാഷയിലൂടെയാണ്. ഭാഷയിലൂടെയാണ് അവൻ തന്റെ ആശയങ്ങളെ പ്രകടിപ്പിച്ചത്, അല്ലെ? അയ്യങ്കാളിയെ പോലെയുള്ള ധീരരായ സാമൂഹ്യ പ്രവർത്തകർ അവരെടുത്ത ചുവടുകൾ, അവരെടുത്ത ആശയങ്ങൾ, അവരത് സധൈര്യം മുന്നോട്ട് വെച്ച രീതി, അത് ജനങ്ങൾ ഉൾക്കൊണ്ട രീതി, ഇതിനൊക്കെ ശേഷമാണ് വൻ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതിനൊക്കെയുള്ള ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ഭാഷയായിരുന്നു. പൊതുസമ്മതി നേടി വളരുന്ന ആശയ ചിഹ്നങ്ങളുടെ വ്യവസ്ഥയാണ് ഭാഷ. എല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്ന ഭാഷയാണ് ഈ അച്ചടി ഭാഷയായിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഒരു ജില്ലയിൽ തന്നെ പലയിടങ്ങളിലായി പല രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പൊതുവ്യത്യാസങ്ങൾ പലതും ഉണ്ടാവുകയും എന്നാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രീതി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ചിഹ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെ? ആശയങ്ങളുടെ ചിഹ്നങ്ങളുടെ വ്യവസ്ഥിതിയാണ് പൊതുസമ്മതി നേടി വളരുന്ന ആശയ ചിഹ്നങ്ങളുടെ വ്യവസ്ഥയാണ്
ഭാഷ എന്ന് പറയുന്നത്. എങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പൊതുവായ രീതിയും ഘടനയും ഭാഷയ്ക്കുണ്ട്, അല്ലേ? ആ രീതിയല്ലേ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ നമ്മുടെ കൊളോക്കിയൽ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്ന ഇടങ്ങൾ ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നമ്മുടെ പ്രാദേശികമായിട്ട് നിലനിൽക്കുന്നു, അല്ലെ? പൊതുവായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഭാഷയ്ക്കുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം മനുഷ്യൻ നിർമ്മിച്ചെടുത്ത മറ്റൊരു ജ്ഞാനേന്ദ്രിയമാണ് ഭാഷ. എത്ര അർത്ഥവത്തായ വാക്കാണ്, അല്ലേ? നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? അനുഭവങ്ങളെ നേരിട്ട് അറിയാനാണ്. ഓരോ ഇന്ദ്രിയവും ഉപയോഗിച്ച്, 5 ഇന്ദ്രിയവും ഉപയോഗിച്ച് നമ്മളുടെ ഉള്ളിലേക്ക് അനുഭവങ്ങൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ്, അല്ലേ? അതുപോലെ നമ്മളുടെ അനുഭവങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന, മറ്റൊരാളുടെ അനുഭവത്തെ സ്വീകരിക്കാൻ പറ്റുന്ന മറ്റൊരു ജ്ഞാനേന്ദ്രിയമാണ് ഭാഷ എന്ന് പറയുന്നത്. മനുഷ്യൻ നിർമ്മിച്ചെടുത്ത മറ്റൊരു ജ്ഞാനേന്ദ്രിയമാണ് ഭാഷ. വളരെ നല്ല വാക്യമായിട്ട് എനിക്കതിനെ തോന്നുന്നു. എല്ലാ പഠനങ്ങളുടെയും മാധ്യമ ഭാഷയാണ്, ശരിയല്ലേ? അതുകൊണ്ടാണ് ഇംഗ്ലീഷിന് ഇത്ര പ്രാധാന്യം വന്നതും, അല്ലേ? മലയാള ഭാഷയിൽ നമുക്ക് തുടർ പഠനത്തിനുള്ള സാധ്യതകൾ ഒരുക്കണമെന്ന് ഭാഷാ സ്നേഹികൾ ധാരാളം പേര് പറയുന്നുണ്ട്. നമ്മുടെ പല ക്ലാസ്സുകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് പ്രൈവറ്റ് ആക്കിയ വീഡിയോയിലാണോ പബ്ലിക് ആക്കിയിട്ടുള്ളതിലാണോ പറഞ്ഞിട്ടുള്ളത് എന്നറിയില്ല. അപ്പോൾ ഭാഷയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ തുടർ പഠനങ്ങള് ഇംഗ്ലീഷ് ഭാഷ തന്നെ വേണമോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നിൽക്കാനും നമ്മുടെ അറിവിന്റെ തലം ഉയർത്താനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ചിലർക്കൊക്കെ തടസ്സമായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. അവർക്ക് ചിലപ്പോൾ മറ്റു ഭാഷയെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടാവണമെന്നില്ല. പക്ഷെ തൻ്റെ ഭാഷയിൽ നന്നായി പ്രകടിപ്പിക്കാനുള്ള, അറിവ് പ്രകടിപ്പിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശേഷിയുള്ള ധാരാളം പേരുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് തുടർ പഠനത്തിന് അവന്റെ മാതൃഭാഷയിൽ അവസരം സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായവും അത് തന്നെയാണ്. അപ്പോൾ എല്ലാ പഠനങ്ങളുടെയും മാധ്യമം ഭാഷയാണ്. കാര്യങ്ങളിൽ നിന്ന് പോകുന്നില്ല കേട്ടോ, ഞാൻ ഒരുപാട് പോകുന്നില്ല. നമുക്ക് കഴിവതും ഇതിന്ന് തീർക്കാം. വ്യക്തിയുടെ മാനസിക വികാസത്തിനും മാനവികതയിലേക്കുള്ള വളർച്ചയിലും ഭാഷയും അതിൻ്റെ സൗന്ദര്യാവിഷ്കാരങ്ങളിലും മുഖ്യ പങ്ക് വഹിക്കുന്നു. അതിനകത്തൊന്നും കൂടുതൽ പറയുന്നില്ല ഞാനിനി. ജ്ഞാനസമൂഹ നിർമ്മിതിയിലേക്കുള്ള മുന്നേറ്റത്തിന്റെ ഭാഷാ പഠനത്തിന്റെ പങ്ക് അതുല്യമാണ്. ഭാഷാ പഠനത്തിലൂടെ സാമൂഹിക തലം, സാംസ്കാരിക തലം, സർഗാത്മക തലം, വൈജ്ഞാനിക തലം എന്നീ 4 മേഖലയിലും വികാസം ഉണ്ടാവണം. അപ്പൊ ഏതൊക്കെ മേഖലയിലാണ് വികാസം ഉണ്ടാകേണ്ടത് എന്ന് നോക്കി വെക്കുക. ഭാഷാ പഠനത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന 4 വികാസ മേഖലകൾ ഏതൊക്കെയാണ് എന്നത് നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ. സാമൂഹികം, സാംസ്കാരികം, സർഗാത്മകം, വൈജ്ഞാനികം. 4 തലത്തിലുള്ള വികാസമാണ് ഭാഷ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സാമൂഹിക തലത്തിലും സാംസ്കാരിക തലത്തിലും സർഗാത്മക തലത്തിലുമുള്ള വികാസം ഭാഷാ പഠനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. ചുറ്റുപാടിൽ നിന്നുള്ള ഭാഷാ പ്രയോഗ മാതൃകകളെ തെളിവായി സ്വീകരിച്ച് സ്വയം ഭാഷയാർജിക്കാനുള്ള ആന്തരിക ശേഷി ഓരോ കുട്ടിക്കുമുണ്ട്. തൻ്റെ ചുറ്റുപാടിൽ നിന്ന് ഭാഷാ പ്രയോഗ മാതൃകകളെ അവൻ തെളിവായി സ്വീകരിക്കുന്നു, അല്ലേ? ഞാൻ നാളെ പോയി എന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടി, അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഉദാഹരണമാണ്. ഞാൻ നാളെ പോയി എന്ന് പറഞ്ഞിരുന്ന കുട്ടി അങ്ങനെയല്ല, നാളെ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാളെ പോകും എന്ന് പറയും. പോകും എന്നാണ് പറയണ്ടേ എന്ന് അവൻ മനസ്സിലാക്കും, അല്ലേ? അങ്ങനെ പ്രയോഗത്തിലൂടെ തന്നെ തെറ്റുകൾ തിരുത്തും. പിന്നെ ഈ ചെറിയ പ്രാണിയൊക്കെ കൊന്നിട്ട് പിള്ളേർ വന്നിട്ട് പറയുമായിരുന്നു, ഞാൻ കൊല്ലിച്ചു, അല്ലേ? ഞാൻ കൊന്നു എന്നല്ല, ഞാൻ കൊല്ലിച്ചു, ചത്തിച്ചു എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് അത് കൊന്നു എന്ന രീതിയിലേക്ക് ആ വാക്ക് ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ മോനും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇനി ചുറ്റുപാടിൽ നിന്നുള്ള ഭാഷാ പ്രയോഗ മാതൃകകളെ തെളിവായി സ്വീകരിച്ച് സ്വയം ഭാഷയാർജിക്കാനുള്ള ആന്തരിക ശേഷി ഓരോ കുട്ടിക്കുമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കേവലമായ അറിവ് സ്വീകരിക്കലിന് പകരം മാനസിക ഉപകരണങ്ങൾ സ്വായത്തമാക്കാൻ എന്ന തരത്തിലാവണം ഭാഷാ പഠനം. മാനസിക ഉപകരണങ്ങൾ സ്വായത്തമാക്കൽ എന്ന തരത്തിലാകണം ഭാഷാ പഠനം. കേവലമായ അറിവ് സ്വീകരിക്കലല്ല, മാനസിക ഉപകരണങ്ങൾ സ്വായത്തമാക്കൽ എന്ന തരത്തിലാവണം ഭാഷാ പഠനം. അതായത് ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാനസിക വികാസത്തിന് വളരെ
അത്യാവശ്യമായ ഒന്നാണ്. നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കുന്നത് ഭാഷയാണ്. ആ ഭാഷയിലൂടെയാണ് നമുക്ക് നമ്മുടെ ചിന്തകളെ പ്രകടിപ്പിക്കാനാവുക. അപ്പൊ അത്തരത്തിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ഭാഷാ പഠനം മാറേണ്ടതായിട്ടുണ്ട്. മാതൃഭാഷ വ്യക്തിത്വത്തെയും സമൂഹ സ്വത്വത്തെയും രൂപപ്പെടുത്തുന്നു. മാതൃഭാഷ ഒരാളുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സമൂഹത്തിന്റെ സ്വത്വത്തെയും ആത്മാവിനെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് മാതൃഭാഷയാണ്, അല്ലെ? അനുഭവങ്ങളുടെ പ്രാഥമികമായ ഇടപെടുത്തൽ നടക്കുന്നത് മാതൃഭാഷയിലാണ്. രേഖപ്പെടുത്തൽ നടക്കുന്നത് മാതൃഭാഷയിലാണ്. അതിനാൽ ചെറുപ്രായത്തിൽ തന്നെ മാതൃഭാഷ പഠനബോധന മാധ്യമമാക്കേണ്ടതുണ്ട്. അനുഭവങ്ങളുടെ പ്രാഥമികമായ രേഖപ്പെടുത്തൽ നടക്കുന്നത് ഏതിലാണ്? മാതൃഭാഷയിലാണ്, അല്ലെ? നമ്മൾ ചിന്തിക്കുന്നതൊക്കെ മാതൃഭാഷയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ മാതൃഭാഷ പഠന ബോധന മാധ്യമമാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് മാതൃഭാഷ പഠന ബോധന മാധ്യമമാകണം എന്ന ചോദ്യത്തിന് ധൈര്യമായിട്ട് ഈ ഒരു ഉത്തരം പറഞ്ഞുകൂടെ? കാരണം ഇത് ഹാൻഡ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ബോധന മാധ്യമം ഏത് മാതൃഭാഷയാകണം എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ പൊന്നെ സാറേ, മാതൃഭാഷ പഠിച്ചിട്ട് എന്തുവാ, ഇംഗ്ലീഷ് ആവണം ബോധന മാധ്യമം എന്നൊന്നും പോയി പറഞ്ഞു കളയരുത്. പ്രൈമറി തലത്തില് ബോധന മാധ്യമം മാതൃഭാഷയാകുന്നത് തന്നെയാണ് നല്ലത് എന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. പക്ഷെ അപ്പോൾ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകാതെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലും മറ്റുള്ള അവസരങ്ങളിലും ഇംഗ്ലീഷ് ഭാഷ പ്രയോഗിച്ച് പഠിക്കാനുള്ള അവസരവും നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടിച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? അനുഭവങ്ങളുടെ പ്രാഥമികമായ രേഖപ്പെടുത്തൽ കുട്ടിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ അനുഭവങ്ങൾ സംവേദനം ചെയ്യപ്പെടുന്നത് ഒക്കെ മാതൃഭാഷയിലാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കുട്ടിയെ പഠിപ്പിക്കുവാൻ ഏറ്റവും ഉചിതമായ മാധ്യമം മാതൃഭാഷ തന്നെയാണ്. കുട്ടിയെ പഠിപ്പിക്കുക എന്നതിനേക്കാൾ, അല്ലെ, കുട്ടിയിൽ അറിവിന്റെ നിർമ്മാണം നടക്കുന്നത് ആ ഭാഷയിലായതിനാൽ മാതൃഭാഷ തന്നെ തുടരുന്നതാണ് നല്ലത്. ആധുനിക ജനാധിപത്യ ബോധത്തിന്റെ വെളിച്ചത്തിൽ സാമൂഹ്യ നീതിയിലൂന്നി വിമർശനപരമായി ഭാഷയെ പരിശോധിച്ച് നവീകരിക്കാനുള്ള കഴിവ് വരേണ്ടതുണ്ട്. ആധുനിക ജനാധിപത്യ ബോധത്തിന്റെ വെളിച്ചത്തിൽ സാമൂഹ്യ നീതിയിലൂന്നി വിമർശനപരമായി ഭാഷയെ പരിശോധിച്ച് നവീകരിക്കാനുള്ള കഴിവ് വളരേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോന്നിനെ കുറിച്ചുമുള്ള അവഗാഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ഈ ഒരു വരിയിൽ നിന്ന് വ്യക്തമാകുന്നില്ലേ? നമ്മുടെ ഭാഷ തോന്നുന്ന രീതിയിൽ പ്രയോഗിക്കാനുള്ളതല്ല എന്നും ഇവിടെ ജനാധിപത്യം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? സാമൂഹ്യ നീതിയിലൂന്നിയതായിരിക്കണം, ജനാധിപത്യ ബോധമുള്ള തരത്തിലുള്ളതായിരിക്കണം. അങ്ങനെ വേണം ഭാഷയെ കാണാനും ഭാഷ നവീകരിക്കപ്പെടാനും. ഗോത്രഭാഷ അടക്കമുള്ള ഭാഷാ വൈവിധ്യങ്ങളെ തുല്യതയിലൂന്നി സമീപിക്കണം. ഗോത്രഭാഷ അടക്കമുള്ള ഭാഷാ വൈവിധ്യങ്ങളുണ്ട്. അവയെയും നമ്മൾ ഉൾക്കൊള്ളണം. അവയൊക്കെ കളിയാക്കലുകൾക്ക് വിധേയമാക്കേണ്ടതോ വില കുറച്ചു കാണേണ്ടതോ അല്ല. കാരണം ഗോത്രവർഗം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ മനുഷ്യർ ഇന്ന് ഇത്രയും വികസനത്തിലേക്ക് പോയത് തന്നെ, അല്ലെ? എല്ലാവരും കാടിന്റെ മക്കളായിരുന്നു. എല്ലാവരും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരൊക്കെ തന്നെയായിരുന്നു. വെട്ടിപ്പിടിച്ചും നവോത്ഥാനങ്ങൾക്ക് വിധേയരായും ഒക്കെ നമ്മളിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയരായിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഇതൊന്നും നേടിയെടുക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്, അവർക്ക് അവസരങ്ങളില്ലാത്തവർ. പക്ഷേ നിലവിലെ പല സർക്കാർ പദ്ധതിയിലൂടെയും അവർക്കുള്ള മാറ്റങ്ങൾ വരുന്നു എന്നത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളാണ്. ശരിയായ പ്രയോഗങ്ങൾ വായിച്ചും പറഞ്ഞും എഴുതിയും നേടുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യാകരണ നിയമങ്ങൾ ചിന്തയുടെ ഭാഗമായി മാറണം. വ്യാകരണ നിയമങ്ങൾ ചിന്തയുടെ ഭാഗമായി മാറണം. ഒന്നുകൂടെ, വ്യാകരണ നിയമങ്ങൾ ചിന്തയുടെ ഭാഗമായി മാറണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. ശരിയായ പ്രയോഗങ്ങൾ വായിച്ചും പറഞ്ഞും എഴുതിയും നേടുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യാകരണ നിയമങ്ങൾ ചിന്തയുടെ ഭാഗമായി മാറുകയാണ് വേണ്ടത്. ഓക്കെ, കുട്ടികൾ വ്യാകരണ നിയമങ്ങൾ പഠിക്കുക എന്നതിനേക്കാൾ സ്കൂൾ ഘട്ടത്തിൽ ഊന്നൽ നൽകേണ്ടത് വ്യാകരണപരമായി ശരിയായും ശാസ്ത്രീയമായും ഭാഷ പ്രയോഗിക്കാനുള്ള അവബോധം കുട്ടിയിൽ ഉണ്ടാക്കുന്നതിലാണ്. വ്യാകരണ നിയമങ്ങൾ പഠിച്ചോ എന്നുള്ളത് രീതിയിലേക്ക് വന്ന് ചോദിച്ചാൽ DPP മുതൽ ഇങ്ങോട്ടുള്ള കുട്ടികൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും, ഇത് കേൾക്കുന്നവരുണ്ടാവും, അല്ലേ? ഞാനൊരു DPP പ്രോഡക്റ്റ് ആണെന്ന് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ അധ്യാപനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതും ആ DPP കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാനൊക്കെ ആസ്വദിച്ച് പഠിച്ച കുട്ടികളാണ് ആ സമയത്ത്. പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എനിക്ക് അല്ലെങ്കിൽ ഈ
പ്രകൃതിയോടൊരു ഇച്ചിരി പ്രണയമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയിലേക്ക് പോകേണ്ടി വരും. രക്ഷിതാക്കൾ ഉണ്ടാക്കിയ കോലാഹലങ്ങളോ അധ്യാപകരുടെ പ്രയാസമോ ഒന്നും നമുക്കറിയുന്ന പ്രായമല്ല അല്ലേ. DPPയെ വിമർശിച്ചവർക്ക് വേണ്ടിയിട്ട് പറയാണ്. പക്ഷെ കുട്ടി എന്ന നിലയിൽ നല്ല അനുഭവങ്ങളായിരുന്നു. അവിടെ ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു വ്യാകരണം. അത് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല എന്നത് നമുക്കൊക്കെ നെഗറ്റീവായിട്ട് പിന്നീട് വന്ന പല പ്രോജക്റ്റുകൾ വന്നപ്പോഴും ഉണ്ടായ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഗ്രാമർ പഠിക്കണ്ട എന്നൊരു രീതി, ഗ്രാമർ പഠിപ്പിക്കണ്ട എന്നൊരു രീതിയിലേക്ക് അങ്ങ് അധ്യാപകർ പോയി അതിൻ്റെ ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നു. പിന്നീട് ഒരു ഘട്ടമൊക്കെ എത്തിയപ്പോൾ പഠിച്ചെടുക്കലായിരുന്നു. ഇംഗ്ലീഷിലും ഒക്കെ മലയാളത്തിലും ഒക്കെ പഠിച്ചെടുക്കലായിരുന്നു. കുറെ പ്രയാസപ്പെട്ടു നമ്മളൊക്കെ. അപ്പൊ അത് പൂർണ്ണമായി ശരിയായിരുന്നില്ല. കാരണം അവരുദ്ദേശിച്ചതും ഇതേ രീതി തന്നെയാണ്. ശാസ്ത്രീയമായി രീതിയിൽ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് കുട്ടികളെ നേടുക, അനുഭവങ്ങൾ അവർക്ക് നൽകുക, ആ അനുഭവങ്ങളിൽ നിന്ന് അവർ സ്വയം ഭാഷയുടെ നിയമങ്ങൾ പഠിക്കുക. പക്ഷെ എന്തുകൊണ്ടോ അത് പുത്തൻ മാറ്റങ്ങൾ വരുമ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അതൊക്കെ കൊണ്ടായിരിക്കും പ്രോപ്പറായിട്ട് ആ ഒരു രീതി കൺവേ ചെയ്യപ്പെട്ടില്ല. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം, ഈ ഹാൻഡ് ബുക്ക് പരിശോധിച്ച് ഇതൊക്കെ കേട്ടുമാണ് നമ്മൾ പോകാൻ പോകുന്നത്, വിദ്യാലയങ്ങളിലേക്ക് പോകാൻ പോകുന്നത്. ഗ്രാമർ പഠിപ്പിക്കണ്ട എന്ന ചിന്തയല്ല വേണ്ടത്. ആ ഗ്രാമർ ഏത് രീതിയിലേക്ക്, വ്യാകരണം കുട്ടിക്ക് പോലും ബോധ്യമാകാത്ത രീതിയിൽ, താൻ വ്യാകരണം കാണാതെ പഠിക്കുകയാണെന്ന് ബോധ്യമാകാത്ത രീതിയിൽ ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിച്ച് പലതവണ അതേ നിയമങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു വേണം പഠിപ്പിക്കാൻ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത് ഉൾക്കൊള്ളണേ എല്ലാവരും. ഭാഷാ വ്യവഹാര രൂപങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ക്ലാസ്സിൽ നടക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭാഷ പഠനം എന്ന് പറയുന്നത് വ്യവഹാര രൂപങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊന്നി പറയുക അവിടെ. വ്യവഹാര രൂപ നിർമ്മിതിയും മെച്ചപ്പെടുത്തലും ചിട്ടയായി നടക്കുന്ന പ്രക്രിയയിൽ ആശയം, വാക്യം, പദം, അക്ഷരം, ശൈലി തുടങ്ങിയ തലത്തിൽ സ്വന്തം രചന മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളും ആവശ്യമായ സഹായങ്ങളും ഒരുക്കണം. അതായത് എഡിറ്റിങ്ങിനുള്ള അവസരം ഒരുക്കണമെന്ന്. വ്യവഹാര രൂപ നിർമ്മിതിയും മെച്ചപ്പെടുത്തലും ചിട്ടയായി നടക്കുന്ന പ്രക്രിയയിൽ ആശയം, വാക്യം, പദം, അക്ഷരം, ശൈലി തുടങ്ങിയ തലത്തിൽ സ്വന്തം രചന മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളും ആവശ്യമായ സഹായങ്ങളും ഒരുക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എഡിറ്റിംഗ് ആണ്. അതായത് ആദ്യം ആശയം പ്രകടിപ്പിക്കുന്നു, ആശയപ്രകടനം നടത്തുന്നു, അതിനെ ഒരു ലിഖിത രൂപത്തിലേക്ക് ആക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ വാക്യഘടന ശരിയാണോ, പിന്നീട് പദം ഉപയോഗിച്ചിരിക്കുന്നത്, അക്ഷരത്തെറ്റുകൾ, ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കണം അല്ലെ. ശൈലിയിൽ മാറ്റം വരുത്തണോ തുടങ്ങിയ കാര്യങ്ങൾ. അത് ടീച്ചർ ഇതാ ഇവിടെ തെറ്റുപറ്റി, ഈ തെറ്റ് തിരുത്തു എന്ന് പറയുകയല്ല വേണ്ടത്. കുട്ടിയെ അതിലൂടെ തൻ്റെ സൃഷ്ടിയിലൂടെ കടത്തിവിട്ട് അവനെ സ്വയം അത് മനസ്സിലാക്കിയത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, ഇങ്ങനെയാണോ മോനെ ഇവിടെ വേണ്ടതോ, ഒന്നുകൂടി ഒന്ന് നോക്കൂ, ഇതിന് പകരം വേറെന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ 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 പറഞ്ഞ് അവനെ കൊണ്ട് തന്നെ അത് തിരുത്തിപ്പിക്കുന്ന ഒരു രീതി. ടീച്ചർ ഒരു കുട്ടി ഒരു സൃഷ്ടി, ഒരു ആശയം പ്രകടിപ്പിച്ച് ഒരു കഥയോ കവിതയോ എന്തെങ്കിലും എഴുതിക്കൊണ്ട് വരുമ്പോൾ ഈ വരിയാണോ അവിടെ, ഇത് വേണ്ട, പകരം ഇന്ന വരി എഴുതൂ, നല്ല പ്രാസം കിട്ടും എന്നൊക്കെ പറഞ്ഞ് എഴുതി അത് ടീച്ചറിന്റെ സൃഷ്ടിയായി പോകും. ഇവിടെ ഞാൻ മോനെ കൊണ്ട് ഓരോ ടോപ്പിക്ക് കൊടുത്ത് അവന് അക്ഷരം പഠിക്കുന്നതിന് മുമ്പാണ് പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഒരുപാടൊന്നുമില്ല എന്നാലും കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ആശയം വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, മോനെ അമ്മയ്ക്കൊരു പൂമ്പാറ്റയുടെ പാട്ട് ഉണ്ടാക്കി തരുമോ, പൂവിന്റെ പാട്ട് പാടി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് കുട്ടികൾ ആ കവിതകൾ ചൊല്ലുക. കാരണം നിരന്തരം കഥയും കവിതയും കേൾക്കുന്നവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് ഭാഷ പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്നു എന്ന് ഞാൻ അന്ന് പഠിച്ചു. അപ്പോൾ ഇത് പറയുമ്പോൾ പിന്നെ നമ്മുടെ ONV കുറുപ്പ് സാർ എഴുതുന്ന കണക്കുള്ള കവിതയോ കുഞ്ഞുണ്ണി മാഷിന്റെ തരത്തിലുള്ള കവിതയോ അല്ല ഞാൻ പറയുന്നത്. ആ കുഞ്ഞിന്റെ പ്രായത്തിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ഉയർന്ന തലത്തിലേക്കോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് കവിത പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം ഉള്ളവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. അവർക്ക് ആ താളം മനസ്സിലാക്കി എന്തെങ്കിലും പറയാനൊക്കെ ഉള്ള ശേഷിയുണ്ട്. ഞാനൊക്കെ എഴുതി വെക്കുമായിരുന്നു. അവൻ അക്ഷരത്തിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട്, എഴുതാനുള്ള ശേഷി നേടിയിട്ടില്ലാത്തതുകൊണ്ട് അവൻ പറയുന്നത് അതേപടി എഴുതി വെക്കും.
എഴുതുമ്പോൾ അവിടെ ഇങ്ങനെയല്ലെന്നോ അങ്ങനെയല്ലാന്നോ പറയാതെ അത് എഴുതി വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത് വളരുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എഡിറ്റിങ്ങിനൊന്നും വിധേയമാക്കാതെ അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, കുട്ടിയുടെ പ്രകടനങ്ങൾ അത് കുട്ടിക്ക് സ്വാതന്ത്ര്യം നൽകുക. അവൻ നന്നായി അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിന്തിച്ച് അവൻ എഴുതിക്കോട്ടെ. പിന്നെ ആ എഴുത്തിനെ അതുപോലെ വെച്ചിട്ട് കാര്യമില്ല, അവിടെ പുരോഗമനം വരണം അല്ലെ. അവന് ഉയർന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ എഡിറ്റിങ്ങിന് വിധേയമാക്കിയേ മതിയാവുള്ളൂ. ആ എഡിറ്റിംഗ് ഒരിക്കലും അധ്യാപികയുടെ ആശയമാകരുത്, മറ്റുള്ളവരുടെ ആശയമായി മാറരുത്. കുട്ടിയെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് അവന്റെ കഴിവനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കാം. അവനത് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അതിനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുക്കുക. ഇതൊക്കെയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നത്തിന്റെ അഭിമുഖീകരണം, നിലവിലുള്ള അവസ്ഥ തിരിച്ചറിയൽ, അപഗ്രഥന ചർച്ച, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ തുടർച്ചയാണ്. പ്രവർത്തനങ്ങൾക്കും വ്യവഹാര രൂപങ്ങൾക്കും അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. അത് പറഞ്ഞില്ല അല്ലെ. ഭാഷയിലെ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ സാമാന്യമായി താഴെ പറയുന്ന ഘടകങ്ങൾ പാലിക്കണം. ഭാഷയുടെ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ പാലിക്കേണ്ട ഘടകങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പ്രവർത്തനങ്ങൾക്കും വ്യവഹാര രൂപങ്ങൾക്കും അനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും വേണം. ഓരോ വ്യവഹാര രൂപത്തിനും ഓരോരോ രീതിയാണ് എന്നതും കൂടി ഉൾക്കൊണ്ട് വേണം ഈ ഘട്ടങ്ങളിലൂടെ പോകാനെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പ്രശ്നത്തിന്റെ അഭിമുഖീകരണം, നിലവിലുള്ള അവസ്ഥ തിരിച്ചറിയൽ. അതായത് കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നം അവതരിപ്പിച്ച് അതിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കണം. ആ പ്രശ്നത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്, അത് ഇപ്പോഴും പ്രാധാന്യം അർഹിക്കുന്നതാണോ, എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതുണ്ട് എന്ന നിലയിലേക്ക് അതിനെ മനസ്സിലാക്കണം. അപഗ്രഥന ചർച്ച നടത്തണം. ഈ പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പൊ ഗ്രൂപ്പ് തലത്തിലൊക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് അപഗ്രഥിച്ച് ചർച്ചകളൊക്കെ നടത്തിയ ശേഷം അനുയോജ്യമായ ആവിഷ്കാരങ്ങളിൽ അല്ലെങ്കിൽ പ്രകടനങ്ങളിൽ ഏർപ്പെടാൻ. അത് വ്യക്തിഗത ഉദ്യമം കൊടുക്കാം, പിന്നീട് അത് ഗ്രൂപ്പിലേക്ക് പോകുന്നതല്ലേ നല്ലത്. വിലയിരുത്തൽ സൂചകങ്ങൾ, മാനദണ്ഡങ്ങൾ രൂപീകരിക്കൽ, എന്തൊക്കെ നോക്കണം, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ തന്നെ ചർച്ച ചെയ്ത് സൂചകങ്ങൾ നിർമ്മിക്കട്ടെ. ഗ്രൂപ്പിൽ രചന പങ്കുവെക്കുന്നു, മെച്ചപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം ഗ്രൂപ്പ് തലത്തിൽ നടക്കണം. ആദ്യം കുട്ടി വ്യക്തിഗതമായിട്ട് എഴുതുന്നു, അല്ലെങ്കിൽ വ്യക്തിഗതമായ ആശയങ്ങൾ കുട്ടികൾ രൂപീകരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു രചനയ്ക്ക്, ഈ ഒരു വ്യവഹാര രൂപത്തിന് ഉണ്ടായിരിക്കണമെന്ന് അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു. അതിനുശേഷം ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഈ സൂചകങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടോ, പാലിച്ചതാണെങ്കിൽ കൂടി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയൊരു ചർച്ച നടത്തുന്നു. അതിനുശേഷം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഗ്രൂപ്പിന്റെ അവതരണം അല്ലെ. പിന്നീട് ടീച്ചറിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ടീച്ചറുടെ വക അവതരണം ഉണ്ടാവണം, ടീച്ചേഴ്സ് വേർഷൻ. പ്രശ്നത്തെക്കുറിച്ചുള്ള ആശയത്തെക്കുറിച്ചുള്ള സാമൂഹ്യ അവബോധം, ഭാഷാപരമായ അറിവുകളും ശക്തമാക്കാൻ ഉതകുന്ന തരത്തിൽ രചന മെച്ചപ്പെടുത്തൽ. ആശയപരവും ശൈലീപരവും വാക്യഘടനാപരം, അക്ഷരപരം, വ്യവഹാര രൂപപരം ഇതെല്ലാം അടിസ്ഥാനമാക്കി വേണം എന്ത് മെച്ചപ്പെടുത്തലുകൾ നടത്താനായിട്ട്. സാമൂഹ്യാവബോധവും ഭാഷാപരവുമായ അറിവുകളും ശക്തമാക്കുന്നതിനുതകുന്ന തരത്തിൽ രചന മെച്ചപ്പെടുത്തണം. അവിടെയാണ് എഡിറ്റിംഗ് നടക്കുന്നത്. പുനർരചന. എല്ലാ പ്രദേശത്തും ക്ലാസ്സുകളിലും അന്ധമായി വഴക്കമില്ലാതെ പിന്തുടരേണ്ട ഒരു സംസ്ഥാനതല സാമഗ്രിയായി പാഠപുസ്തകത്തെ കാണരുത്. വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് ഉൾക്കൊള്ളുക. എല്ലാ പ്രദേശത്തും ക്ലാസ്സുകളിലും അന്ധമായി വഴക്കമില്ലാതെ പിന്തുടരേണ്ട ഒരു സംസ്ഥാനതല സാമഗ്രി അല്ല നമ്മുടെ പാഠപുസ്തകങ്ങൾ. മറിച്ച് ഓരോ പ്രദേശത്തിന്റെ വ്യത്യാസം അനുസരിച്ച്, കുട്ടികളുടെ നിലവാരം അനുസരിച്ച്, അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച്, അവരുടെ രീതികൾ അനുസരിച്ച് നമ്മൾ അതിനെ വഴക്കമുള്ളതാക്കി മാറ്റണം അല്ലെ. മികച്ച മാതൃക എന്ന നിലയിലാണ് നമ്മൾ ഈ പാഠപുസ്തകത്തെ പരിഗണിക്കേണ്ടത്. പ്രാദേശിക വഴക്കം ഉറപ്പാക്കി വേണം അത് ഉപയോഗിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഘട്ടം പറഞ്ഞിരുന്നേ, പുനർരചന പറഞ്ഞിരുന്നു. അതിന് അത്ര പ്രാധാന്യം ഉണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രാധാന്യം ഉണ്ട്. കാര്യം നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്തു, ഞാൻ പറഞ്ഞു എഡിറ്റിങ്ങിന് വിധേയമായി അവർക്ക് പുരോഗമിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ മാത്രമാണ്
അവന് ഒരു വികസനം ഉണ്ടാകുന്നത്, അവന്റെ ചിന്തകൾക്ക് വീണ്ടും ഉയർന്ന തലത്തിലേക്ക് ഇസഡ്പിടിയിലേക്ക് പോകണ്ടേ. അപ്പൊ പുനർരചനയ്ക്കുള്ള സാധ്യത കൊടുക്കണം ഏതൊരു പ്രവൃത്തിക്കും, ഏതൊരു വ്യവഹാര രൂപത്തിനും കേട്ടോ. എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം ഇനി ഇത് പറഞ്ഞു. ഇനി മാതൃഭാഷാ പഠനം നിലപാട് രേഖ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. QR കോഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് ആ രേഖ കാണാൻ പറ്റുന്ന സംവിധാനമൊക്കെ പുസ്തകത്തിൽ ഉണ്ടാകും, ഹാൻഡ് ബുക്കിൽ. അതുകൊണ്ടാണ് അത്. ഹാൻഡ് ബുക്കിന്റെ പ്രത്യേകത പറയുമ്പോൾ ഇതൊക്കെ പറയാം. നമുക്ക് ICT ഉപയോഗിച്ച് കാണാൻ കഴിയുന്ന തരത്തിൽ ഒക്കെയുള്ള QR കോഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള നിലയിലേക്ക് പറയാൻ പറ്റണം. ഭാഷാ പഠനം 3-ാം ക്ലാസ്സിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തത്. ഭാഷാ പഠനം 3-ാം ക്ലാസ്സിൽ 1-2 ക്ലാസ്സുകളിൽ വെച്ച് വരമൊഴിയുടെ കാര്യത്തിൽ അടിസ്ഥാന ശേഷി നേടിയാണ് കുട്ടി 3-ാം ക്ലാസ്സിൽ എത്തുന്നത്. അപ്പോൾ 1-2 ക്ലാസ്സുകളിൽ തന്നെ കുട്ടി വരമൊഴിയിൽ അടിസ്ഥാന ശേഷി നേടുന്നുണ്ട്. വരമൊഴി എഴുത്ത് അക്ഷരങ്ങളിൽ അല്ലേ. ശരി, നിങ്ങളിതൊന്ന് എഴുതി വെച്ചേക്കണേ. 1-2 ക്ലാസ്സുകളിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, വരമൊഴിയിൽ അടിസ്ഥാന ശേഷി നേടുന്നത്. ജീവിത സന്ദർഭത്തിൽ ഭാഷ ശക്തിയോടെയും സൗന്ദര്യത്തോടെയും വ്യക്തിത്വത്തോടെയും പ്രയോഗിക്കാനുള്ള ശേഷി കുട്ടികളിൽ വളർത്താനുള്ള ശ്രമമാണ് 3-ാം ക്ലാസ്സിൽ ആരംഭിക്കുന്നത്. അപ്പൊ 3-ാം ക്ലാസ്സിലെ ഭാഷ കൊണ്ട് എന്താണ് ശ്രമിക്കുന്നത്? ജീവിത സന്ദർഭങ്ങളിൽ ഭാഷ ശക്തിയോടെയും സൗന്ദര്യത്തോടെയും വ്യക്തിത്വത്തോടെയും പ്രയോഗിക്കാനുള്ള ശേഷി കുട്ടികളിൽ വളർത്താനുള്ള ശ്രമം, ഇതാണ് 3-ാം ക്ലാസ്സിൽ നടക്കുന്നത്. അപ്പൊ ഭാഷയുടെ സൗന്ദര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനം നടക്കുന്നത് 3-ാം ക്ലാസ്സിലാണ്. ഇവിടെയാണ് കുട്ടികൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള കവിതകളൊക്കെ പരിചയപ്പെടുന്നത്. നല്ല കഥകൾ, കുറച്ചുകൂടി ആഴത്തിലുള്ള കഥകൾ. മറ്റ് 2 പുസ്തകങ്ങളിലും കുട്ടികൾക്ക് കുറച്ചുകൂടി ലളിതമായിരുന്നു. അവർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന, വായനയോട് താല്പര്യം ഉണ്ടാക്കുന്ന, അക്ഷരങ്ങൾ ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളായിരിക്കും. 3-ാം ക്ലാസ് മുതൽ കുറച്ചുകൂടി ലെവൽ കൂട്ടി അല്ലേ, ആസ്വാദന തലത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തലത്തിലുള്ള പാഠഭാഗങ്ങളാണ് 3-ാം ക്ലാസ്സിൽ. 3-ാം ക്ലാസ്സിൽ ഈ ഒരു രീതിയാണ് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. ഇതാവട്ടെ കേവലം എഴുത്ത് രൂപത്തിൽ മാത്രമല്ല വേണ്ടത്. 3-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ എഴുത്ത് കൂടുതൽ ഒരുപാട് എഴുതാനുണ്ട് എന്നല്ല, വാചിക തലത്തിന് മതിയായ പ്രാധാന്യവും അവസരവും നൽകണം. ആശയപ്രകടനത്തിനുള്ള അവസരം നൽകണം. ഭാഷയുടെ അനുഭവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണം. വർത്തമാനം പറയൽ, വായിക്കൽ, ചൊല്ലൽ, അഭിനയിക്കൽ തുടങ്ങിയ വ്യത്യസ്ത അവസരങ്ങളിലൂടെയാണ് ഇത് സാധിക്കുക. ഇതിനെല്ലാം മതിയായ അവസരങ്ങൾ കുട്ടിക്ക് ലഭിക്കണം. ഇതിനൊക്കെയുള്ള അവസരം കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. നേടിയ ഭാഷാശേഷികൾ ജീവിത സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുമ്പോഴാണ് ഭാഷാ പഠനം ഫലപ്രദമാവുക. ഇതിനുള്ള മികച്ച അവസരങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലും വീട്ടിലും കിട്ടണം. പ്രഭാത സർഗവേള, അസംബ്ലി, കളികൾ, യാത്രകൾ, ബാലസഭ, വാട്സപ്പ് ഗ്രൂപ്പ്, ബാലമാസിക തുടങ്ങിയ സന്ദർഭങ്ങൾ ടീച്ചർ ബോധപൂർവ്വം ഒരുക്കണം. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. പല സ്കൂളുകളില് ചില സമയത്ത് കോവിഡ് കഴിഞ്ഞിട്ട് ഇനി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ സ്കൂളുകൾ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇത് അന്ന് മുതൽ ഇന്ന് വരെയും ഈ ഒരു ഗ്രൂപ്പുകളെ നന്നായി നിലനിർത്തിയ സ്കൂളുകളും ഉണ്ട്. എപ്പോഴും അത് നല്ലതാണ്. നമുക്ക് പബ്ലിസിറ്റി അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ നിലനിൽപ്പിനും അവയ്ക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പൊതുസമൂഹം അറിയാനും ഏറ്റവും നല്ലത് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അത് എല്ലാ അധ്യാപകരും ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാലയങ്ങൾ വികസിക്കുകയുള്ളൂ. പൊതുഇട സൃഷ്ടിയുടെ ഭാഗമായിട്ടുണ്ടായതാണ് പൊതുവിദ്യാലയങ്ങൾ. പൊതുവിദ്യാലയത്തെ ഇത്രയും സ്നേഹിക്കുകയും ഇത്രയും വികസിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനൊരു കാര്യമുണ്ട്. അറിവിന്റെ കാര്യത്തിൽ 2 തട്ടിലുള്ള വിദ്യാഭ്യാസം, സമാന്തര വിദ്യാഭ്യാസം എന്ന ആശയം ഇല്ലാതാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരേപോലെയുള്ള വിദ്യാഭ്യാസം കിട്ടി, ഒരേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ ഈ ഒരു സമൂഹം ഒരേ ഒരു രീതിയിലേക്ക് മാറുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും അതിന്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കണം. നമ്മൾ സ്കൂളുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ മറ്റ് സമാന്തര വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിടാതിരിക്കുക. പൊതുവിദ്യാലയങ്ങളിലേക്ക് വിടുമ്പോൾ കിട്ടുന്ന ആ ഒരു മെച്ചം മറ്റു വിദ്യാലയങ്ങളിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പം
അല്ല ടീച്ചറെ, സ്റ്റാൻഡേർഡ് കൂടുതൽ അപ്പുറത്താണെന്ന് പറയരുത്. കാരണം നിങ്ങൾ പിന്നെ എന്തിനാ ഇരിക്കുന്നത്? നിങ്ങൾ എന്തിനാ പഠിച്ചത്? പ്രതികരിക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഒരിടത്ത് പോരായ്മയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിൽ പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് പൊതുജനങ്ങളുള്ളത്. ശക്തമായി ഇടപെട്ടുകൊണ്ട് അവിടെ മാറ്റങ്ങൾ സൃഷ്ടിക്കണം. അല്ലാതെ മടി പിടിച്ചിരുന്നിട്ടോ അവിടെ കൊള്ളത്തില്ല, ഇവിടെ പോയാൽ കുറച്ചുകൂടി നല്ലതാണ്. ജീവിതം പഠിക്കുന്നത് എവിടെയാ? നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ തന്നെയാണ്. മനസ്സുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നതും ആസ്വദിച്ച് പഠിക്കുന്നതും വേറെ അനുഭവങ്ങൾ കിട്ടുന്നതും ഒക്കെ അവിടെയാണ്. മറ്റേ ചിട്ടയായ കുറെ ശീലങ്ങൾ എന്തിനാണ്? നമുക്ക് കീഴടക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന പാവകളെ എന്തിനു വേണം? ഒരു സന്ദർഭം വന്നാൽ അവിടെ ചിന്താശേഷി ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കി അതിനെ വിമർശനാത്മകമായി ചിന്തിച്ച് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്നവരെയാണ് നമുക്ക് നോക്കി സമൂഹത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടേണ്ടത്. ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് ഇവരെ ഇങ്ങനെ കീ കൊടുക്കുന്ന പാവകളെ പോലെ, നമ്മൾ അമൂൽ ബേബി എന്നൊക്കെ പറയുന്ന പോലെ ആക്കിയെടുക്കുന്നത്. അപ്പൊ അത് ചിന്തിക്കുക. ഇവിടെ ഭാഷാ പഠനം വരുമ്പോൾ എന്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്? മികച്ച അവസരങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ? പ്രഭാത സർഗവേള എന്തായിരിക്കും? രാവിലെ നേരത്തെയൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വരുന്ന ഒരു ടൈം എടുത്ത് ടീച്ചർ സ്കൂളിലേക്ക് ചെന്ന് നമുക്ക് അവിടെ ഒരു സർഗവേള ഉണ്ടാക്കിക്കൂടെ? പ്രഭാത സർഗവേള ഉണ്ടാക്കിക്കൂടെ? അസംബ്ലിക്കൊക്കെ മുമ്പായിട്ട് ക്ലാസ് ടീച്ചറും കുട്ടികളും കൂടി ഇരുന്ന് അവർക്ക് ടൈം എടുത്ത് കുറച്ച് കലാ പ്രകടനങ്ങൾക്കുള്ള അവസരമൊക്കെ കൊടുത്ത് അത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? അസംബ്ലി, കളികള്, യാത്രകള്, ബാലസഭ, വാട്സപ്പ് ഗ്രൂപ്പ്, ബാലമാസിക, ഈ ആശയങ്ങളൊക്കെ കുട്ടികളുടെ ഭാഷാശേഷി വികസനത്തിന് സഹായിക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാതെ. പിന്നെ മികച്ച അവസരങ്ങള് സ്കൂളിലും വീട്ടിലും കൊടുക്കണം. അപ്പൊ ഇതിന് ഞാൻ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. 1ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ പഠിപ്പിച്ചു വരുമ്പോൾ അവർക്ക് സത്യത്തിൽ നന്നായി എഴുതാനുള്ള ശേഷി 1ാം ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ നേടിയെടുക്കും. ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾ വേഗത്തിൽ തന്നെ നേടിയെടുക്കുന്നുണ്ട്. കാരണം അവർക്ക് സംയുക്ത ഡയറി ഒക്കെ ഉണ്ട്, ആ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഒരു പ്രവർത്തനം, ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് കൊടുക്കും. അതിനു മുമ്പ് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. എഴുത്തിലേക്ക് വന്നപ്പോൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും അതേക്കുറിച്ച് സംസാരിച്ച്, ഗ്രൂപ്പ് ചർച്ച അത് വീട്ടിലാണ്, അച്ഛനോടും അമ്മയോടും സംസാരിച്ച് അവരുടെ ആശയങ്ങളും കൂടി ഉൾക്കൊണ്ട ശേഷം ഓർത്തെടുത്ത് എഴുതണം. അമ്മ പറഞ്ഞ് കുട്ടി എഴുതുന്നതാണെങ്കിൽ എനിക്ക് ഒറ്റ വായനയിൽ തന്നെ അത് മനസ്സിലാവും. കാര്യം ആ ഭാഷയും കുട്ടിയുടെ ഭാഷയും വ്യത്യാസമാണ്. എത്രയെന്നൊക്കെ കേട്ടെന്ന് പറഞ്ഞാലും കുട്ടി അത് എഴുതുമ്പോൾ അവൻ ഓർത്തെടുക്കുമ്പോൾ പലത് മിസ്സാവും. പിന്നീട് അതിൽ നല്ല നല്ല മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു രീതിയായിരിക്കും വരിക. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുകയാണെങ്കിൽ അത് അപ്പോഴും തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് അമ്മ പറഞ്ഞു തന്ന് അതുപോലെ എഴുതിയതല്ലേ. അങ്ങനെ ചെയ്യരുത്. കേട്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്തെഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓർത്തെഴുതണം. പിന്നെ അവര് സ്വയം വായിച്ച് തെറ്റിതിരുത്തണം. ഇങ്ങനെയൊക്കെ വന്ന് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഈ പ്രവർത്തനം കൊണ്ട് എന്ത് ഗുണം കുട്ടികൾക്ക് ഉണ്ടായി എന്നറിയണമല്ലോ. അപ്പോൾ ക്ലാസ്സിൽ ഞാൻ കുട്ടികൾക്ക് ടോപ്പിക്ക് കൊടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ടോപ്പിക്കുകൾ കൊടുത്തിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയുടെ ഭാഷാശേഷി നല്ല രീതിയിൽ വികസിക്കുകയും അവർക്ക് അവരുപയോഗിച്ചിരുന്ന ആ വാക്കുകളും വാക്യങ്ങളും ഒക്കെ ഓർത്തെടുത്ത് പ്രകടിപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സർഗവേളയും ബാലസഭയും ഒക്കെ പറഞ്ഞത് കൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സാധ്യമാണ്. ഇതൊക്കെ നടക്കുമോ എന്നുള്ള നിങ്ങളുടെ ചിലരുടെ മനസ്സിലുണ്ടായ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അത് പറഞ്ഞത്. ഇതൊക്കെ ചെയ്യാൻ കഴിയും, ചെയ്യുക. ഹാൻഡ് ഒതുങ്ങി പോകാതിരിക്കുക. ഈ അനുഭവങ്ങളൊക്കെ പറയുന്നതേ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. ഇത്തരത്തിലെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഭവങ്ങൾ ഉള്ളവരാണ് പലരും. അപ്പൊ അതൊക്കെ ഓർത്തെടുത്ത് പറയാൻ പറ്റണം. വ്യവഹാര രൂപതലത്തിലുള്ള ഭാഷാ പഠനം എങ്ങനെയാണ് എന്ന് നോക്കാം. ഭാഷ ഉൽപ്പാദിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന അടിസ്ഥാന തത്വം പരിഗണിക്കുമ്പോൾ ഭാഷയുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന കാര്യം പ്രധാനമായി വരുന്നു. ജീവിത സന്ദർഭങ്ങളിൽ മനുഷ്യർ ജീവത്തായി ഭാഷ ഉൽപ്പാദിപ്പിക്കുന്ന വേളയിൽ എവിടെയും അക്ഷരം എന്ന യൂണിറ്റായി അത് പുറത്തു വരുന്നില്ല. കുട്ടികളുടെ കാര്യത്തിൽ വിശേഷിച്ചും ഭാഷ സമഗ്രമായ ഒന്നാണ്. ഈ ഒരു പാരഗ്രാഫ് മൊത്തം ഈ ഒരു കാര്യമൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഭാഷ സമഗ്രമാണ്. അതായത് ഓൾ ലാംഗ്വേജ് അപ്രോച്ച് ഉണ്ടല്ലോ,
അതാണ് പറയുന്നത്. ഭാഷ സമഗ്രമായതാണ് അല്ലെ. ഭാഷയുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന കാര്യം പ്രധാനമായി വരുന്നു എന്നിവിടെ പറഞ്ഞല്ലോ. ഏതാണ് അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത്? ജീവിത സന്ദർഭങ്ങളിൽ മനുഷ്യർ ജീവത്തായ ഭാഷ ഉൽപ്പാദിപ്പിക്കുന്ന വേളയിൽ എവിടെയും അക്ഷരം എന്ന യൂണിറ്റായി അത് പുറത്തു വരുന്നില്ല. അപ്പൊ അടിസ്ഥാന ഘടകം അക്ഷരമല്ല. കുട്ടികളുടെ കാര്യത്തിൽ വിശേഷിച്ചും അതങ്ങനെയല്ല. ഭാഷ സമഗ്രമായ ഒന്നാണ്. ജീവിതത്തിൽ ഭാഷ നിലനിൽക്കുന്നതും പ്രയോഗിക്കുന്നതും ഈ സമഗ്രതയിലാണ്. അക്ഷരമായോ പദമായോ കേവലവാക്യമായി പോലുമോ ഭാഷ പ്രത്യക്ഷപ്പെടുന്നില്ല. ഭാഷണം, പാട്ട്, കഥ, കുറിപ്പ്, പ്രസംഗം തുടങ്ങി നിത്യജീവിതത്തിലെ വ്യവഹാരങ്ങൾക്ക് ആവശ്യമായ വ്യത്യസ്ത രൂപത്തിലാണ് ഭാഷ നിലനിൽക്കുന്നത്. അതിൽ വാക്യങ്ങളും അക്ഷരങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് മാത്രം. അവയ്ക്ക് അർത്ഥവും നിലനിൽപ്പും ഉണ്ടാകുന്നത് ആ ഭാഷാ രൂപത്തിന്റെ ഉള്ളിൽ മാത്രമാണ്. തനിച്ചെടുത്താൽ അവ കേവലം ജഡമായ ഭാഷാ ഘടകങ്ങൾ മാത്രമായി തീരും. ഒറ്റപ്പെട്ട ഘടകങ്ങൾ യാന്ത്രികമായി കൂട്ടിച്ചേർത്താൽ ഭാഷയുണ്ടാകില്ല. വാക്കുകളും ഘടനയും വാക്യത്തിന്റെ ഭാഗമാണ്. എങ്കിലും ഭാഷ അവയുടെ ആകെത്തുകയല്ല, മറിച്ച് അതിനേക്കാൾ കുറച്ച് കൂടുതലായതാണ്. അതൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭാഷാ പഠനത്തിൽ ഭാഷയ്ക്കൊരു സമഗ്ര പരിഗണന ആവശ്യമായി വരുന്നു. ഭാഷയെ അതിന്റെ ഘടകങ്ങളായി കരുതി കൈകാര്യം ചെയ്യുന്നത് വഴി പഠിതാവിന് ഒരു കൂട്ടം ഭാഷാ ഘടകങ്ങൾ ശേഖരിക്കാൻ കഴിയും. എന്നാൽ ഈ ഘടകങ്ങളെ കൂട്ടിയിണക്കി ഭാഷയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ ഭാഷ എന്ന വ്യവസ്ഥയുടെ അനുഭൂതി ലഭിക്കുകയില്ല. പഠിതാവിന് ഭാഷയുടെ എല്ലാ ഘടകങ്ങളും സ്വന്തമായിരിക്കും, എന്നാലും ഭാഷയുടെ സമഗ്രത ലഭ്യമാകില്ല. ഇത് കാടും മരവും തമ്മിലുള്ള ബന്ധം പോലെയായിരിക്കും. കാട്ടിൽ നിറയെ മരങ്ങൾ ഉണ്ടെങ്കിലും കുറെ മരങ്ങൾ ചേർത്താൽ കാടാവില്ലല്ലോ. ഭാഷയെക്കുറിച്ചുള്ള വിവരങ്ങളുടെ വേറിട്ട കൂട്ടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പ്രയോജനമില്ല. സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് മുന്നേറുന്ന പ്രവർത്തനമാണ് വേണ്ടത്. അതുവഴി ഘടകങ്ങളെ സമഗ്രതയിലേക്ക് ബന്ധിപ്പിക്കാനുള്ള കഴിവ് നേടാൻ കഴിയും. രണ്ടും നഷ്ടപ്പെടാതെ തന്നെ. ഇതെല്ലാം വ്യക്തമാക്കുന്നത് അർത്ഥോൽപാദന പ്രക്രിയയിൽ ഊന്നുന്ന ഭാഷാ പഠനത്തിൽ അടിസ്ഥാനമായി എടുക്കേണ്ടത് ഭാഷാ വ്യവഹാര രൂപങ്ങളെയാണെന്നാണ്. അപ്പൊ എന്താണ് അടിസ്ഥാനമാക്കി എടുക്കേണ്ടത്? ഭാഷാ വ്യവഹാര രൂപങ്ങളെയാണ് കേട്ടോ. മുൻകാല പഠന രീതികളെ അപേക്ഷിച്ച് ഇതിനുള്ള അർത്ഥപൂർണതയും സമഗ്രതയും വളരെ സ്പഷ്ടവുമാണ്. ഭാഷാ വ്യവഹാര രൂപതലത്തിലുള്ള പഠനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്ന വേറെയും വസ്തുതകളുണ്ട് എന്ന് പറഞ്ഞ് അവയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു പാരഗ്രാഫിലെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഭാഷ ഒരിക്കലും നമ്മൾ വേറിട്ട് പഠിപ്പിക്കാൻ പാടില്ല. അക്ഷരങ്ങള്, വാക്ക്, വാക്യം എന്ന രീതിയിലേക്ക് നമ്മൾ പിന്നീട് ആശയം എന്ന രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ആശയം പൂർണ്ണമായി പറഞ്ഞുകൊണ്ട് ആശയപ്രകടനത്തിനുള്ള അവസരങ്ങൾ കൊടുത്ത് പിന്നീടാണ് ഈ ചെറിയ ഘടകങ്ങളിലേക്ക് പോവുക, അവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ആ ഒരു രീതിയാണ് നിലവിലുള്ളത്. അതാണ് ശരിയായ രീതി. ഭാഷ സമഗ്രമായിട്ടാണ് കുട്ടി മനസ്സിലാക്കുന്നത്. എനിക്ക് പിന്നെ ചോറ് താ എന്ന് കുട്ടി പറയാ. അപ്പൊ എനിക്ക് ഇങ്ങനെയാണോ അക്ഷരമായിട്ടാണോ പറയുന്നേ? അല്ല, എനിക്ക് ചോറ് താ എന്നാ പറയുന്നത്. എനിക്ക് എന്ന് പറഞ്ഞ അവിടെ നിൽക്കുകയല്ല അല്ലേ. നമ്മൾ പൂർണ്ണമായി പറയുന്നു, പക്ഷെ ആ പറയാൻ അക്ഷരമുണ്ട്, വാക്കുകളുണ്ട്. അങ്ങനെയാണ് വാക്യമാവുന്നത്. പിന്നീടാണ് അതൊരു ആശയമായിട്ട് മാറുന്നത്. ഇതൊക്കെ ശരിയാണ്. അപ്പോൾ സമഗ്രമായിട്ടാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. അതിനെ പിരിച്ചു കഴിഞ്ഞാൽ അത് വെറും ജഡം മാത്രമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കഥയും പാട്ടും കുറിപ്പും പ്രസംഗവും ഒക്കെ എന്താണ്? വ്യവഹാര രൂപത്തിലാണ്. നിങ്ങൾ തന്നെ ഒരു ദിവസം എത്ര വ്യവഹാര രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്? ആശയം വ്യക്തമാക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലെ. ചെറു പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും ഒക്കെ സംഭാഷണങ്ങളിലും ഒക്കെ ഏർപ്പെടാറുണ്ട്. അങ്ങനെ എത്രയോ വിവരണത്തില് അല്ലെ കണ്ട കാര്യത്തെ നമ്മൾ വിവരിച്ചു പറയുന്നു. അപ്പൊ അങ്ങനെ എന്തെല്ലാം വ്യവഹാര രൂപങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതാണ് ഭാഷയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. സമഗ്രമായിട്ടാണ് ഭാഷയെ പരിഗണിക്കേണ്ടത് എന്നും. അപ്പൊ ഈ കാടിന്റെ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതായത് ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്തെ നമുക്ക് ഒരിക്കലും കാടെന്ന് പറയാൻ പറ്റില്ല. കാടാവണമെങ്കിൽ നിറയെ മരങ്ങൾ വേണം, പുല്ലുകൾ വേണം, പുൽത്തകിടി വേണം, പക്ഷികൾ വേണം, ജീവജാലങ്ങൾ, ജന്തുക്കൾ വേണം. അങ്ങനെ ഒരു കാട്ടിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നീരുറവകളുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോഴല്ലേ ഒരു വനം അല്ലെങ്കിൽ കാട് എന്ന് പറയുന്നത്. വെറുതെ മരങ്ങൾ കാടിന്റെ ഒരു ഭാഗം മാത്രമാണ്. അത് കുറേ ഉണ്ടായി എന്ന് കരുതി ഒരിക്കലും അത് കാടായി മാറുന്നില്ല അല്ലേ. ആ രീതിയിലാണ് പറഞ്ഞത്. അതായത് വാക്കുകളെന്നോ അല്ലെങ്കിൽ അക്ഷരങ്ങളെന്നോ എന്ന് പറയുന്നത് ഭാഷയല്ല.
അത് ഭാഷയുടെ ഒരു ഭാഗം മാത്രമാണ്. അതിനൊരു പൂർണ്ണതയില്ല. ഇനി മറ്റു വസ്തുതകൾ ഭാഷാ വ്യവഹാര രൂപതലത്തിലുള്ള പഠനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്ന വേറെയും വസ്തുതകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവയൊന്ന് നോക്കാം. കുട്ടി 1-ാം ക്ലാസ്സിൽ എത്തുന്നതിന് വളരെ മുന്നേ തന്നെ മാതൃഭാഷയിൽ ശരിയായി സംസാരിക്കാനുള്ള ശേഷി നേടിയിട്ടുണ്ട്, അല്ലേ? ഇക്കാലത്ത് അമ്മമാരോ മറ്റു സംരക്ഷകരോ കുട്ടിയോട് ഭാഷയുടെ ഭാഗങ്ങളായ ഒറ്റപ്പെട്ട ശബ്ദങ്ങളോ വാക്കുകളോ അല്ല പറയുന്നത്. ബന്ധമുള്ള ഭാഷണം, കണക്റ്റഡ് സ്പീച്ച് തന്നെയാണ്. ഇവർ കുട്ടികളെ ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ജീവിത സന്ദർഭങ്ങളിലും അച്ചടി ദൃശ്യമാധ്യമങ്ങളിലും ഭാഷ പ്രകടിപ്പിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട ഭാഷാ ഘടകങ്ങളായിട്ടല്ല. ആളുകൾ മാതൃഭാഷ പഠിച്ചത് അക്ഷരമാല പഠിച്ചിട്ടല്ല. ഭാഷ പഠിപ്പിക്കലും ഭാഷയെക്കുറിച്ച് പഠിപ്പിക്കലും വ്യത്യസ്തമാണ്. അപ്പൊ ഭാഷയെക്കുറിച്ച് പഠിപ്പിക്കലാണ് എന്ത്? ഈ അക്ഷരമാലയും ഉച്ചാരണവും വ്യാകരണവും പദസഞ്ചയവും ഒക്കെ കേട്ടോ. അക്ഷരമാല, ഉച്ചാരണം, വ്യാകരണം, പദസഞ്ചയം, വിപരീത പദം, പര്യായപദം തുടങ്ങിയവ പഠിക്കുക എന്നാൽ ഭാഷയെക്കുറിച്ച് പഠിക്കലാണ്. മാതൃഭാഷ പഠിച്ചപ്പോൾ കുട്ടി ഭാഷയെക്കുറിച്ച് പഠിക്കുകയല്ല ചെയ്യുന്നത്, ഭാഷ പഠിക്കുകയാണ്. ഭാഷയെക്കുറിച്ച് പഠിക്കുകയല്ല എന്ന് പറഞ്ഞത് മാതൃഭാഷ പഠിച്ചപ്പോൾ ആദ്യം കുട്ടി അക്ഷരമൊക്കെ പഠിച്ചിട്ടല്ല സംസാരിച്ചു തുടങ്ങുന്നത്, അല്ലേ? ആ ഒരു രീതിയാണ് വേണ്ടത്. അപ്പോൾ ഭാഷാ പഠനം സമഗ്രതയിലായിരിക്കണം, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം എന്നതിനുള്ള റീസണുകളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ഇതിനകത്ത് ഒരു 5-6 ഓർത്തു വെച്ചേക്കണേ. ഭാഷ പഠിക്കുന്നതിനുള്ള വഴി ബന്ധമുള്ള ഭാഷണം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യലാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ, അതായത് സെക്കൻഡ് ലാംഗ്വേജ് നടക്കുമ്പോഴും പറയുന്നത് എന്താ? അർത്ഥപൂർണമായ സംഭാഷണം കേൾക്കുക, നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്നത് കേൾക്കുക. അവർക്കാണ് കുറച്ചും കൂടി അതിനോട് ആ ഭാഷയെ സ്നേഹത്തോടെ ഉപയോഗിക്കാൻ പറ്റുക, അല്ലെ? അതിന് ഭാഷ വൈകാരികപരവും കൂടിയാണ്, അല്ലെ? ഭാഷയ്ക്കൊരു വികാരമുണ്ട്. അത് മനസ്സിലാക്കി സംസാരിക്കണമെങ്കിൽ അത് അതിന്റെ നേറ്റീവ് സ്പീക്കേഴ്സിനാണ് പറ്റുക. എവിടെയാണ് ഉയർച്ച, എവിടെയാണ് താഴ്ച, ഇതൊക്കെ അവർക്ക് അറിയുകയുള്ളൂ. അപ്പൊ അത് അങ്ങനെ കേട്ട് പഠിക്കുക. ഇങ്ങനെയാണ് കുട്ടികൾ തന്നെ മാതൃഭാഷ പഠിച്ചത്. വായിക്കുമ്പോൾ അക്ഷരമല്ല വായിക്കുന്നത്, അതിലെ ആശയമാണ്. സത്യമല്ലേ? വെറുതെ ഇരുന്ന അക്ഷരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വായിക്കുമ്പോൾ പൂർണ്ണാശയത്തിലേക്ക് എത്തുന്നില്ല. വായിക്കുമ്പോൾ നമ്മൾ അക്ഷരമല്ല വായിക്കുന്നത്, അതിലെ ആശയമാണ്. ആശയവിനിമയത്തിനുള്ള ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് അക്ഷരമോ വാക്കോ വാക്യമോ അല്ല, അത് ബന്ധമുള്ള ഭാഷണമാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആശയവിനിമയത്തിനുള്ള ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ബന്ധമുള്ള ഭാഷണം. ആശയവിനിമയത്തിനുള്ള ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് എന്ന് പറയുന്നത് ബന്ധമുള്ള ഭാഷണമാണ്, അഥവാ ഭാഷാ വ്യവഹാര രൂപങ്ങളാണ്. ബന്ധമുള്ള ഭാഷണമാണ് അഥവാ ഭാഷാ വ്യവഹാര രൂപങ്ങളാണ്. ഭാഷാ വ്യവഹാര രൂപങ്ങൾ എന്ന തലത്തിൽ മാത്രമാണ് ഭാഷ നിലനിൽക്കുന്നത്. ഭാഷാ ക്ലാസ്സിൽ കുട്ടികൾക്ക് നൽകുന്ന അനുഭവങ്ങളും കുട്ടി ആവിഷ്കരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ഭാഷാ ആവിഷ്കാരങ്ങളും വ്യവഹാര രൂപങ്ങളായിട്ടായിരിക്കണം. 1-ാം ക്ലാസ് മുതൽ തന്നെ ഭാഷാ പഠനത്തിന് ഭാഷാ വ്യവഹാര രൂപങ്ങളെ അടിസ്ഥാനമാക്കി എടുക്കണം. 3-ാം ക്ലാസ്സിലല്ല, 1 മുതൽ തന്നെ ഇത് തന്നെ ഈ രീതി വരണം. അങ്ങനെ തന്നെയാണ് പുസ്തകം, അല്ലെ? എന്നാൽ വ്യവഹാര രൂപങ്ങൾക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ പ്രായവും സാംസ്കാരിക തലവും പരിഗണിച്ചു കൊണ്ടുള്ള തലം നിശ്ചയിക്കണം. ഒരേ ഭാഷാ വ്യവഹാര രൂപം തന്നെ പല ക്ലാസ്സുകളിലും ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണമായി കഥ എടുക്കാം. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയും പ്രസക്തമാണ് കഥ എന്ന വ്യവഹാര രൂപം. പക്ഷെ ഓരോ ക്ലാസ്സിലെയും കഥയുടെ തലം വ്യത്യസ്തമായിരിക്കണം. കഥയിലെ തീം, ഉപയോഗിച്ച ഭാഷ, അവതരണ രീതി, കഥാപാത്ര ഘടന തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ക്ലാസ്സിന് അനുസൃതമായ വളർച്ച 1-ാം ക്ലാസ് മുതൽ ക്രമീകൃതമായി ഉണ്ടായിരിക്കണം. ഇവിടെ ഒന്നും എൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, കാര്യം മനസ്സിലായിട്ടുണ്ട്. 3-ാം ക്ലാസ്സിലേക്ക് താഴെ പറയുന്ന വ്യവഹാര രൂപങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ആഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞേക്കുക, അത് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. എവിടെയോ ഞാനത് കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതോ ഇനി ഇംഗ്ലീഷിന്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. ഏതൊക്കെയാണ് വ്യവഹാര രൂപങ്ങളെന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. 3-ാം ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പാഠപുസ്തകം നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും, കുഴപ്പമില്ല.
ഇനി നിരന്തര വിലയിരുത്തലിന്റെ പ്രയോഗം എങ്ങനെയാണ്? പഠനത്തോടൊപ്പം നിരന്തരമായി നടക്കുന്ന വികാസപ്രദ വിലയിരുത്തലിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അല്ലേ? നോക്കട്ടെ, ഒന്ന് നോക്കിക്കോട്ടെ എന്തൊക്കെയാണെന്ന്. പോർട്ട്ഫോളിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് പറയണം. ഇതിനൊക്കെ കുറച്ച് സമയം കൂടി വേണം. ഇത് അടുത്തൊരു ക്ലാസ്സായി തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അത് ശരിയാകില്ല. അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കുമ്പോൾ നിങ്ങൾക്കും മുഷിച്ചില്ല. കണ്ടോ, വിലയിരുത്തൽ സൂചകങ്ങളും എല്ലാം കൂടി നമുക്കത് വിലയിരുത്തലിന്റെ ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. എന്താണ് ഇത് ഇത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അധ്യാപകർക്ക് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഒന്ന് നോക്കണേ, അധ്യാപകർ അത്യാവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ. ഇതിനകത്ത് ചിലത് നമുക്ക് PDF ഒക്കെ ലഭ്യമാണ് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പുകളിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. 5-ാം തീയതിയൊക്കെ ഉള്ളവർക്ക് ഇനി വലിയ സമയമില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സമ്മറി എങ്കിലും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കാനായിട്ടൊന്ന് ശ്രമിച്ചാൽ സന്തോഷം. ടോട്ടോച്ചാൻ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ടോട്ടോച്ചാനെ കുറിച്ചല്ല, നമ്മൾ വായിക്കാൻ പറ്റുന്ന കുറച്ച് പുസ്തകങ്ങൾ. ടീച്ചർ കണ്ടോ, ഞാനത് നമ്മുടെ ആ ഷോട്ടിൽ കാണിച്ചതാണ്. ആരുടെയാണ്? സിൽവിയ ആഷ്ടണിൻ്റെ ടീച്ചർ എന്ന പുസ്തകം, ടോട്ടോച്ചാൻ എന്ന ടെക്സ്റ്റ്, പിന്നെ ദിവാസ്വപ്നമൊക്കെ നമുക്ക് PDF ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വിദ്യാഭ്യാസ പരിവർത്തനത്തിനൊരു ആമുഖം, ഇത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകമാണ്. പിന്നെ വിഗോട്സ്കിയും വിദ്യാഭ്യാസവും, അതും എൻ്റെ കൈവശം ഉള്ളതാണ്. അതും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെതാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഫിൻലൻഡ് മാതൃക, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണത്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഫിൻലൻഡിന്റെ മാതൃക ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടുവന്ന് അതുപോലെ നടപ്പിലാക്കുക സാധ്യമല്ല. നമ്മൾ അധ്യാപകർ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചെടുക്കുകയും നമ്മുടെ സാഹചര്യം അനുസരിച്ച് പ്രയോഗിക്കുകയും ചെയ്യുക, അത് അത്യാവശ്യമാണ്. ടീച്ചേഴ്സ് നന്നായി വായിക്കുക, പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ബേസിലുള്ള പുസ്തകങ്ങൾ വായിച്ച് അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ടോട്ടോച്ചാനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറേ ആശയങ്ങൾ കിട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പലരും വന്ന് ചെയ്തൊരു കാര്യം പറയട്ടെ. നമുക്ക് അതായത് ടോട്ടോച്ചാനിലെ വിദ്യാലയം പഴയ ട്രെയിനിന്റെ ബോഗികളിലാണ്. ഇവിടെ എല്ലാവരും അങ്ങ് സ്കൂള് ട്രെയിനിന്റെ രീതിയിൽ അങ്ങ് വരച്ചു വെച്ചു. ടോട്ടോച്ചാന്റെ ആശയം അങ്ങ് നടപ്പിലാക്കി എന്നൊരു രീതിയിലേക്ക് വരുന്ന ഒരു സമീപനമായിട്ട് ആണ് അത് വന്നത്. അതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നതിന്. അവിടുത്തെ ആ വിദ്യാഭ്യാസ രീതിക്ക് തന്നെ മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു പെയിന്റ് ചെയ്തെന്ന് കരുതി മാറ്റം വരില്ല. ആ പെയിന്റിങ് കുട്ടിയെ സ്കൂളിലേക്ക് ആകർഷിക്കാം, കളർഫുൾ ആയിരിക്കാം. നമ്മുടെ ഭരണകൂടാരം പദ്ധതിയൊക്കെ അതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള പദ്ധതികളാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു ആശയമൊന്നും അതിൽ കിട്ടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് സ്കൂളുകളിൽ സജ്ജീകരിച്ച് അവർക്കൊരു പ്രത്യേക സ്പേസ്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാം. അതൊക്കെ അവരുടെ ചിന്താശേഷിയെയും സൗഹൃദത്തെയും കൂട്ടി വളർത്തും അല്ലേ. പിന്നെ സ്കൂളിന്റെ അകത്ത് തന്നെ ജൈവവൈവിധ്യ ഉദ്യാനത്തെയൊക്കെ നന്നായി പരിപോഷിപ്പിച്ചെടുക്കാം. അപ്പൊ കുറെ കിളികളും പൂമ്പാറ്റയും ഒക്കെ അവിടെ വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമൊക്കെ നമുക്ക് ഒരുക്കി കൊടുക്കാം. പിന്നെ മികച്ച ബാലസാഹിത്യ കൃതികൾ വായിക്കുക, മികച്ച ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ നോക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. യൂറിക്ക, തളിര്, തത്തമ്മ, ശാസ്ത്ര കേരളം തുടങ്ങിയ ബാലപ്രസിദ്ധീകരണങ്ങൾ നോക്കുക. ഇത്രയെങ്കിലും ഒക്കെ ചെയ്യണേ. വിമർശനാത്മക ബോധനം, സിദ്ധാന്തവും പ്രയോഗവും, ജനായത്ത വിദ്യാലയം, ദിവാസ്വപ്നം, തുറന്ന ക്ലാസ് മുറി, ഈ പുസ്തകങ്ങൾ ഇതിനകത്ത് കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് കിട്ടി അതിൻ്റെ PDF-ലൂടെ അല്ലെങ്കിൽ ആമുഖത്തിലൂടെയോ അതിൻ്റെ ഒരു പൂർണ്ണാശയം കിട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നെറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒന്ന് നോക്കി വെച്ചേക്കണേ കഴിയുന്നവർ. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിലയിരുത്തൽ കൂടി നോക്കി നമുക്ക് അപ്പോഴത്തേക്ക് തീരും കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ആമുഖം. അടുത്തത് യൂണിറ്റ് തുടങ്ങുകയാണ്.